ഞാനിന്ന് എടുക്കാൻ പോകുന്ന മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-ലെ മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ. അതായത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അഥവാ പെർമനന്റ് മാഗ്നറ്റിന് ചുറ്റുമുള്ള ഒരു റീജിയനിൽ അതിന്റെ മാഗ്നറ്റിക് എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. അതിനെ നമ്മൾ സ്കീമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അഥവാ ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ടാണ്. ഈ ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷനെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന്. ഇപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ റീജിയൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഇൻഡക്ഷൻ പാസിംഗ് ത്രൂ ദാറ്റ് റീജിയൻ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ. പിന്നെയുള്ള ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഓർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ represented by capital letter B. It is the number of field lines passing through unit area of cross section. എന്നൊരു ഫീൽഡ് ലൈൻസ് ആണ് ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്നതിനെ റെപ്രസെന്റ് ചെയ്യണം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അഥവാ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കലി അതിനെ B is equal to phi by A എന്ന് എഴുതാം. വേർ phi is the magnetic flux and A എന്ന് പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അതിൽ നമുക്ക് phi is equal to BA എന്ന് കിട്ടും. വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ബി ഡോട്ട് എ വേർ ഈസ് ഇക്വൽ ടു ബി എ കോസ് തീറ്റ എന്ന് പറയും. വേർ തീറ്റ എന്ന് പറയുന്നത് നോർമൽ ടു ദ ഏരിയയും ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്മോൾ എലമെന്റൽ സർഫസ് ഡി എസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്നതാണ് ഫൈ ഇസ് ഇക്വൽ ടു ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് വെബറും യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെബർ പെർ മീറ്റർ സ്ക്വയർ അഥവാ ടെസ്ല ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലോസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഗോസസ് ലോ. ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഇസ് 0 എന്നാണ്. എന്ന് വെച്ചാൽ ദ മാഗ്നറ്റിക് ഫ്ലക്സ് എൻറ്ററിങ് എ ക്ലോസ് സർഫസും മാഗ്നറ്റിക് ഫ്ലക്സ് ലിവിങ് ആ സർഫസും ഈക്വൽ ആയിരിക്കും. അപ്പോഴാണ് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് 0 ആവുന്നത്. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഈ ലോന്റെ ക്ലോസ് ഇന്റഗ്രൽ പി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിനെ കൂട്ട് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റോ ഒരു എൻഡിങ് പോയിന്റോ കാണത്തില്ല. പിന്നെ ഗോസസ് ലോ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയുന്നത് ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് സർഫസിലൂടെ പാസ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ആണ്. ആ ഒരു അനലോജി വെച്ച് നമ്മൾ ഗോസസ് ലോ ആൻഡ് മാഗ്നറ്റിസം പറയുകയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ചാർജുമായിട്ട് പ്രൊപ്പോർഷൻ ആയിരിക്കണം. പക്ഷേ അങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ചാർജ് എന്നൊരു ടേം നമുക്ക് മാഗ്നറ്റിസത്തിൽ പറയാൻ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഐസൊലേറ്റ് മാഗ്നറ്റിക് പോൾസ് ആണ്. പിന്നെ സിംപ്ലസ്റ്റ് ബേസിക് സ്ട്രക്ചർ ദാറ്റ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അപ്പം ഗോസസ് ലോ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദർ ഇസ് നോ എക്സിസ്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മോണോപോൾസ് ആണ്. ദർ ഇസ് ഓൺലി മാഗ്നറ്റിക് ഡൈപോൾസ് എക്സിസ്റ്റ്. അടുത്ത ലോ ആണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. ആംബിയസ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ശരിക്കും അനലോജി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോന്റെ അതേ അനലോജിയാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. അത് കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ആംബിയസ് സർക്യൂട്ടൽ ലോ. ആംബിയസ് സർക്യൂട്ടൽ ലോന് ഇൻസ്റ്റെഡ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ആണ് എടുക്കുന്നത്. അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഐ എന്ന് പറയുന്നത് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. മ്യൂ 0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ ഡിനോട്ട് ചെയ്യും. പിന്നെ വരുന്നതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താ എന്നറിയണം. ഇൻഡ്യൂസ്ഡ് കറണ്ട് നമ്മൾ 12th പഠിച്ച ഫാരഡേസ് എക്സ്പെരിമെന്റ് ഉണ്ട്. ബാർ മാഗ്നറ്റും ഒരു കണ്ടക്റ്റിംഗ് ലൂപ്പും തമ്മിലുള്ള അതിന്റെ ഒരു റിലേറ്റീവ് മോഷൻ കാരണം ഈ കണ്ടക്റ്റിംഗ് ലൂപ്പിൽ ഒരു കറണ്ട് അപ്പിയർ ചെയ്യുകയും ഇതിന്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ കറണ്ട് ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യും. ആ ഒരു അപ്പിയർ ആവുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന്. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിലെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അവിടെ ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലൂപ്പിൽ കൂടെ ഈ ബാർ മാഗ്നറ്റ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫ്ലക്സ് എൻറ്ററിങ്ങും ലിവിങ്ങും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ സർക്യൂട്ട് എന്ന് പറയാം. ദറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി. ഇപ്പം ആ കോൺസെൻട്രിക് ലൂപ്പ് n ടൈംസ് ഉണ്ടെന്ന് വെച്ചോ. n ഐഡന്റിക്കൽ കോൺസെൻട്രിക് ലൂപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈ ബൈ ഡി ടി ആയിട്ട് മാറും. ഇവിടുത്തെ ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ലെൻസസ് ലോ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസസ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്. ഫ്ലക്സ് ഉണ്ടാക്കാൻ കാരണമുള്ളതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പം നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ ഓപ്പോസിഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എഗെയിൻസ്റ്റ് ദ ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണ്.
ഇനി നമുക്ക് കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത് റിലേറ്റഡ് ടു മാഗ്നറ്റിസം. ഫസ്റ്റ് വൺ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്, റെപ്രസെന്റഡ് ബൈ എം. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് പെർമനന്റ് ഓർ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇൻ എ മെറ്റീരിയൽ. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് ഒരു മെറ്റീരിയലിൻ്റെ ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം, അതിനാണ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആണ്. ദെൻ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫീൽഡ് നമ്മളൊരു സബ്സ്റ്റൻസിനെ വെക്കുമ്പം ആ എക്സ്റ്റേണൽ ഫീൽഡിന് അതിനെ എന്തോരം മാഗ്നറ്റൈസ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടോ എന്നതിനാണ് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആ ഫീൽഡിന് ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ഫീൽഡിന് എന്തോരം ആ സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നതിനെയാണ് കാണിക്കുന്നത്. വേർ എച്ച് ഇസ് ഈക്വൽ ടു എൻ ഐ, അതിൻ്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ. അടുത്ത ടേമാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇസ് എ മെഷർ ഓഫ് ഒരു മെറ്റീരിയലിന് എന്തോരം മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് സിംപ്ലി അത് ഒരു റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി. അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. കാരണം എമ്മിൻ്റെ എച്ചിൻ്റെ യൂണിറ്റ് ആംബിയർ പെർ മീറ്റർ ആണ്. രണ്ടും ക്യാൻസലായിട്ട് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയി മാറും. അടുത്ത് പഠിക്കാനുള്ളതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഡിനോട്ട്സ് ദ ഈസ് വിത്ത് വിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ത്രൂ ദ മെറ്റീരിയൽ. എന്തോരം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ ഒരു മെറ്റീരിയലിൽ കൂടെ കടത്തി വിടും എന്ന് കാണിക്കുന്നതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. Magnetic permeability of a material is equal to ratio of magnetic flux density by intensity, that is B by H. അതിൻ്റെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പം ഒരു മെറ്റീരിയലിൻ്റെ പിന്നെ വാക്യത്തിൽ അഥവാ ഫ്രീ സ്പേസിലെ രണ്ട് പെർമിയബിലിറ്റിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു മ്യൂ നോട്ട് എന്ന് പറയാം. അത് നമുക്ക് അടുത്ത ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു മ്യൂ നോട്ട് എന്ന്. നമുക്ക് മ്യൂ നോട്ടിൻ്റെ വാല്യൂ ഗിവൺ ആണ്. അത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദാറ്റ് ഈസ് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഈ ഒരു റിലേഷൻ കണ്ടുപിടിക്കാനാണ് ആ ഒരു മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഇൻറ്റു മ്യൂ നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. റിലേഷൻ ബിറ്റ്വീൻ സസെപ്റ്റിബിലിറ്റി കൈ ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ആണ്. നമ്മളിവിടെ ഒരു കേസ് കൺസിഡർ ചെയ്യാണ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു യൂണിഫോം ഇൻറ്റൻസിറ്റി ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് എച്ചിൽ പ്ലേസ് ചെയ്തേക്കാണ്. അപ്പം അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഓഫ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇന്റേണൽ മാഗ്നറ്റൈസേഷൻ കാരണം ഉണ്ടാകുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആണ് അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്നത്. അതായത് ബി ഈസ് ഈക്വൽ ടു μ0 എച്ച് എക്സ്റ്റേണലി ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡും പ്ലസ് μ0 എം ഇന്റേണൽ മാഗ്നറ്റൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡും. പിന്നെ നമുക്ക് കൈ ഇസ് ഈക്വൽ ടു എം ബൈ എച്ച് എന്നറിയാം. അപ്പോൾ എമ്മിനെ നമുക്ക് കൈ എച്ച് എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് μ0 എച്ച് കോമൺ എടുക്കുമ്പം ബി ബിക്കംസ് μ0 എച്ച് ഇൻറ്റു 1 + കൈ. അത് നമ്മൾ മ്യൂ എച്ച് എന്ന് എഴുതുവാണ്. ഇവിടെ മ്യൂ നമുക്കറിയാം μ0 ഇൻറ്റു മ്യൂ ആർ ആണെന്ന്. അപ്പം മ്യൂ ആർ ഇസ് ഈക്വൽ ടു ഇവിടെ വരുന്ന 1 + കൈ എന്ന ഇക്വേഷൻ ആണ്. നമുക്കിപ്പോൾ കിട്ടിയ റിലേഷനാണ് മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 + കൈ. ദാറ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇസ് ഈക്വൽ ടു റിലേറ്റീവ് പെർമിയബിലിറ്റി -1. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. ഇനി ബേസ്ഡ് ഓൺ ഇൻട്രാക്ഷൻ ഓഫ് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വിത്ത് എക്സ്റ്റേണൽ ഫീൽഡ് ആൻഡ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് സബ്സ്റ്റൻസസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക്. പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് ഗ്രൂപ്പ്സും കൂടെ ഉണ്ട്, ആൻറ്റി ഫെറോമാഗ്നറ്റിക്കും ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസും. അതുപോലെ നമ്മൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് കാണാൻ പോവാം. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അവർ സ്ലൈറ്റ്ലി റിപ്പൽ ചെയ്യുന്ന നേച്ചറും പിന്നെ അവരൊരു പെർമനന്റ് മാഗ്നറ്റിസം കാണിക്കുന്നില്ല. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പം അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കത്തില്ല. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഒരു സ്ലൈറ്റ്ലി റിപ്പലിംഗ് നേച്ചർ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇവർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവർ വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ്. നമ്മൾ ഫീൽഡ് കൊടുത്ത ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് അവരൊരു വീക്ക്ലി മാഗ്നറ്റൈസേഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സസ്പെൻഡ് ചെയ്യുമ്പം അവർ പെർപെൻഡിക്കുലർ ടു ഫീൽഡ് ആയിട്ട് ഓറിയൻറ്റ് ചെയ്യുകയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ആറ്റംസിന് 0 മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഈച്ച് ആറ്റം ഹാവ് 0 മാഗ്നറ്റിക് മൊമെൻ്റ്. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക്
മൊമെന്റും കാണിക്കത്തില്ല. മെറ്റീരിയൽ ഹാസ് എ ഹോൾ. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് വീക്ക് ആൻഡ് നെഗറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി വീക്കും നെഗറ്റീവ് ആയതുകൊണ്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിരിക്കും? <<1 > ആയിരിക്കും. പിന്നെ ഇവരെ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പം ഇവരൊരു സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എയർ, ഹൈഡ്രജൻ, വാട്ടർ, ആൽക്കഹോള്, സോഡിയം ക്ലോറൈഡ്, ഗോൾഡ്, കോപ്പർ, ബിസ്മത്ത്, ലെഡ് എക്സെട്ര. നെക്സ്റ്റ് പഠിക്കുന്ന മെറ്റീരിയൽ ആണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ഇവർക്ക് ഒരു പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നില്ല. ഇവരും സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യുമ്പോൾ ഇവരും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒന്നും റീറ്റെയിൻ ചെയ്യത്തില്ല. പിന്നെ ഇവർ എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പം ദേ ഗെറ്റ് ഓറിയന്റഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ആണ്. വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ഓറിയന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരുന്നപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡാണ് ഓറിയന്റ് ചെയ്തത്. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പാരലൽ ടു ഫീൽഡായിട്ട് ഓറിയന്റ് ചെയ്യും. പിന്നെ ഈച്ച് ആൻഡ് എവറി ആറ്റംസ് ഹാവ് എ നോൺ സീറോ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. പക്ഷേ ഇവർ ആസ് എ ഹോൾ മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവർ റാൻഡംലി ഓറിയന്റ് ചെയ്ത് കാരണം ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻസൽ ആയിട്ട് ടോട്ടൽ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നെഗ്ലിജിബിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവരുടെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റീസ് ലോ ആണ്, പോസിറ്റീവ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ പഠിക്കുന്ന ലോ ആണ് ക്യൂരിയസ് ലോ. ഇവിടെ ക്യൂരിയസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T ഓർ chi is equal to C/T, where C is the Curie's constant ആണ്. അപ്പം സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയാണ് സസെപ്റ്റിബിലിറ്റി കുറയുകയാണ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസ് ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാറ്റിനം, അലുമിനിയം, ലിത്തിയം, മഗ്നീഷ്യം, ക്രോമിയം, കോപ്പർ ക്ലോറൈഡ് എക്സെട്ര. അടുത്ത പഠിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു പെർമനന്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്താലും അവർ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്തിരിക്കും. അവർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവരൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അവർ സ്ട്രോങ്ലി മാഗ്നറ്റൈസ് ചെയ്ത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് അലൈൻ ചെയ്യുവാണ് കാണിക്കുന്നത്. പിന്നെ ഇവിടെ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈച്ച് ഇൻഡിവിജ്വൽ ആറ്റംസ് അറേഞ്ച് ആസ് എ ഡൊമൈൻ. ഒരു ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ വെക്കുമ്പോൾ അതിൻ്റെ ഇൻഡിവിജ്വൽ ആറ്റംസ് ഡൊമൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഡൊമൈൻ എന്ന് വെച്ചാൽ റീജിയൻസ് വിത്തിൻ ദ മെറ്റീരിയൽ വെർ മാഗ്നറ്റൈസേഷൻ ഈസ് എ സിംഗിൾ ഡയറക്ഷൻ. ആ ഡൊമൈനിൽ മൊത്തം ഒരേ ഡയറക്ഷനിലായിരിക്കും ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ ആറ്റംസിന്റെ മാഗ്നറ്റൈസേഷൻ കാണിക്കുക. ഇങ്ങനെ ഡൊമൈൻസിന്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ് ദേ ഹാവ് സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. പിന്നെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ലാർജും പോസിറ്റീവ് ആണ്. ആസ് ദേ ഷോ സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ദേ ഹാവ് ലാർജ് ആൻഡ് പോസിറ്റീവ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി ലാർജും പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റിയും ലാർജ് ആയിരിക്കും. പിന്നെ ഒരു സർട്ടൈൻ ടെമ്പറേച്ചറിന് മുകളിൽ ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയി മാറും. ആ ഒരു ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്യൂരിയസ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് എബവ് ക്യൂരിയസ് ടെമ്പറേച്ചർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ആ ടെമ്പറേച്ചറിന് മുകളിൽ ആയിക്കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്യൂരിയസ് ലോ ഒബേ ചെയ്യില്ല. അതിന് പകരം അത് ക്യൂരി-വിസ് ലോ ആണ് ഒബേ ചെയ്യുക. ക്യൂരിയസ് ലോയിൽ സസെപ്റ്റിബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T ആയിരുന്നെങ്കിൽ ക്യൂരി-വിസ് ലോയിൽ സസെപ്റ്റിബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T - Tc ആണ്. T is the temperature and Tc is the Curie's temperature ആയിട്ടാണ് മാറുക. Ferromagnetic materials lose all their properties if they heated to high temperature. High temperature ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ലൂസ് ചെയ്യും. എക്സാമ്പിൾസ് വരുന്ന അയൺ, കൊബാൾട്ട്, നിക്കൽ, സ്റ്റീൽ, അൽനിക്കോ കോമ്പൗണ്ട് എക്സെട്ര ആണ്. പിന്നുള്ള രണ്ട് അഡീഷണൽ മെറ്റീരിയൽസ് ആണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസും ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസസും. ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ magnetic dipole moments of neighboring atoms are equally opposite in direction so that the net magnetization is zero. അതായത് adjacent atoms തമ്മിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വലി ഓപ്പോസിറ്റ് ആയത് കാരണം അവരുടെ നെറ്റ് മാഗ്നറ്റൈസേഷൻ സീറോ ആയിട്ടായിരിക്കും. അവരൊരു എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുകയാണെങ്കിലും വീക്ക്ലി മാഗ്നറ്റൈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് സിമിലർ ടു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ബിഹേവിയർ ആണ് കാണിക്കുക. എക്സാമ്പിൾസ് മാംഗനീസ് സൾഫൈഡ്, നിക്കൽ ഓക്സൈഡ്, ഫെറസ് ഓക്സൈഡ് എക്സെട്ര ആണ് ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾസ്.
ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അഡ്ജസൻറ്റ് ആറ്റംസ് മാഗ്നറ്റിക് ഡൈപോൾസ് ഒരേ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യുകയും നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഒരു ഡയറക്ഷനിലാവുകയും ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫെറൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം ഫെറൈറ്റ്, അലൂമിനിയം ഫെറൈറ്റ്, ബേരിയം ഫെറൈറ്റ് എക്സെട്ര. അതിനൊക്കെയാണ് നമ്മൾ ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുക. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇത്രയാണ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസും പിന്നെ ഈ മെറ്റീരിയൽസുമാണ്. ഈ ലോസ് വേണമെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മെറ്റീരിയൽസിൻ്റെ കമ്പാരിസൺ വെച്ച് പഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക. സോ താങ്ക് യു ഓൾ. ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷനും അതിന്റെ ഡെറിവേഷൻസും ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറംസും അതുപോലെ തന്നെ ആ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡെറൈവ് ചെയ്തതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ്, അതായത് എന്താണ് ഒരു വെക്ടർ ഫീൽഡ്, എങ്ങനെയൊക്കെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡെൽ ഓപ്പറേറ്ററിന്റെ കോൺസെപ്റ്റ് ആണ്. സോ ഓപ്പറേറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ഓപ്പറേറ്ററിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർ ഈ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തോ ഒരു സാധനം കിട്ടും. ആൻഡ് ദിസ് പെർട്ടിക്കുലർ തിങ് വിൽ ബി ആൻ അതർ പാരാമീറ്റർ. ഓക്കെ, അതായത് ആദ്യം ഉണ്ടായിരുന്ന ഫംഗ്ഷനെ ഓപ്പറേറ്റർ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് വേറൊരാളായിട്ട് നമുക്ക് തിരിച്ചു തരും. അതാണ് ഒരു ഓപ്പറേറ്ററിന്റെ ജോലി എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഉള്ള ഒരു ഓപ്പറേറ്റർ ആണ് ആര്? ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഒരാൾ ഇറ്റ്സ് എ വെക്ടർ ഓപ്പറേറ്റർ. ഈ പുള്ളിക്കാരൻ ഒരു വെക്ടർ ആണ് ആൻഡ് യൂസ്ഡ് ഓവർ സ്കേലാർ ആസ് വെൽ ആസ് വെക്ടർ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. അതായത് സ്കേലാർ ഫംഗ്ഷൻസിന്റെ മേത്ത് നമുക്ക് ഈ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അതുപോലെ തന്നെ വെക്ടർ ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽ ഓപ്പറേറ്ററിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 3 ഓപ്പറേഷൻസ് ആണ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്. അതായത് ഡെൽ ഓപ്പറേറ്റർ ഒരു സ്കേലാറിൽ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാരാമീറ്റർ കിട്ടും. അപ്പോൾ സ്കേലാർ ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതായത് ഡെൽ ഓപ്പറേറ്റർ സ്കേലാർ ഫംഗ്ഷൻസിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന സംഭവത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. വെക്ടർ ആയിട്ടുള്ള ഫംഗ്ഷൻസിലാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈവർജൻസ്. അല്ല എന്നുണ്ടെങ്കിൽ കേൾ. ഈ രണ്ടും ഇതെല്ലാം എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ സ്കേലാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഗ്രേഡിയന്റ് എന്ന്. വെക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡൈവർജൻസ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ കേൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈ എഴുതിയിരിക്കുന്നത് ഡെൽ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ വരയിടാതിരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഡെൽ എന്ന് പറയുന്ന ആള് ഐ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ്. ഈ ഒരു ആളെയാണ് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, അതായത് ഈ ഒരു ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സാധനം കിട്ടും. മനസ്സിലായില്ലേ? ഈ ഒരു പരിപാടി നമ്മൾ ഒരു ഫംഗ്ഷനിൽ ചെയ്യണം. അതാണ് ഈ ബേസിക് ആയിട്ട് ഡെൽ ഓപ്പറേറ്ററിന്റെ കാര്യം. സോ നമ്മൾ ആദ്യത്തെ കാര്യത്തിൽ കേൾക്കും, അതായത് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയന്റ് നമ്മൾ എപ്പോഴാണ് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരിക? നമ്മൾ ഡെൽ ഓപ്പറേറ്ററിനെ സ്കേലാർ ആയിട്ടുള്ള ഫംഗ്ഷൻസിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഡിയന്റ് എന്ന് വിളിക്കുക. സോ സ്കേലാർ ഫംഗ്ഷൻസിന്റെ മുകളിൽ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 12th ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ച വ്യക്തികളാണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടിരുന്നു, അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജിനെ ഞാനിപ്പോ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ, അതായത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലിന്റെയും ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യലിന്റെയും റേറ്റ് ഓഫ് ചേഞ്ച് ആണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മൾ കണ്ടിട്ടുണ്ടാവും മൈനസ് ഡി വി ബൈ ഡി ആർ. ഈ ഒരു റിലേഷൻ അത് തന്നെയാണ്. അതായത് ഈ ഡി വി ബൈ ഡി ആറിന് പകരം നമ്മൾ എല്ലാ ഡയറക്ഷനിലും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണമെന്നേ ഉള്ളൂ. ദിസ് ഇസ് സിമിലർ ടു ദ സെയിം തിങ്. ഓക്കെ, അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 11th ഹീറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലെ, തെർമോഡൈനാമിക്സിൽ. സോ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോ
ഒരു ഹീറ്റ് സോഴ്സ്, ഇപ്പൊ ഒരു ഹീറ്റ് സോഴ്സ് ഉണ്ട്, ആളിപ്പോ എന്താണ് റേഡിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റും അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റും, ഈ രണ്ട് സ്ഥലത്തും ഒബ്വിയസ്ലി എന്തുണ്ടാവും, അതായത് ചൂടായ ഒരു ബോഡിയാണ്, അല്ലെങ്കിൽ ഇപ്പോ ചൂടായിട്ടുള്ള ഏതെങ്കിലും ഇപ്പോ എന്താണ് ഏതെങ്കിലും കോള് കത്തുക അല്ലെങ്കിൽ അയൺ റോഡ് കത്തി നിൽക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഒബ്വിയസ്ലി എന്തായിരിക്കും, ചൂട് കൂടുതലായിരിക്കും, ദൂരെ പോകുമ്പോൾ ചൂട് കുറവായിരിക്കും. സോ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ്. ഓക്കെ, അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി എന്ന് വിചാരിക്കുന്നു. സോ ദ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഫംഗ്ഷൻ ഗിവ്സ് ദ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ഇത് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻ, അത് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ ആണ്, ഇതാണ് എഴുതിയത്. അതായത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് the gradient of a scalar function gives the particular direction in which scalar function changes most rapidly, or the maximum space rate of change of that function. Okay, so ആ ഒരു സെന്റൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ ഫംഗ്ഷൻ ഏറ്റവും റാപ്പിഡ് ആയിട്ട് കുറയുക, ആ ഒരു ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഇഫ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടതൊക്കെ ഹീറ്റിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒക്കെ നമ്മൾ എക്സാമ്പിൾ കണ്ടു. സോ ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കെലാർ ഫംഗ്ഷൻ, ഓക്കെ, സ്കെലാർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ജനറൽ ആയിട്ട്, അങ്ങനെ ഒരു സ്കെലാർ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെലാർ ഫംഗ്ഷന്റെ ഗ്രേഡ് എന്ന് പറയുന്നത്, അതായത് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഫംഗ്ഷൻ is defined as, ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ബേസിക്കലി. കാരണം നമുക്ക് സ്കെലാർ ഫംഗ്ഷനിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതായത് ഇതൊരു വെക്ടർ ആണ്, ഒരു വെക്ടറിന്റെ ഒരു സ്കെലാറിനെ നമ്മൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. സോ ഒരു എന്താണ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കെലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, I cap into dou by r ഡയറക്ഷനിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് പ്ലസ് j cap into y ഡയറക്ഷനിൽ പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, k cap into r ഡയറക്ഷനിൽ നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ബേസിക്കലി ദ ഗ്രാഡ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഓഫ് എ പെർട്ടിക്കുലർ സ്കെലാർ ഫംഗ്ഷൻ. ഓൾറൈറ്റ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജൻസ് ആണ്. സോ നമ്മൾ സ്കെലാർ ആയിട്ടുള്ള ഫംഗ്ഷനിൽ ഇത് ആക്ട് ചെയ്താൽ എങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേറ്റർ ഒരു വെക്ടർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം സ്കെലാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടറിന്റെ ഒപ്പം ഇറ്റ്സ് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് വി ഡിഡ് ഹിയർ ആസ് വെൽ. നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഒരു വെക്ടറിനെ വേറൊരു വെക്ടറിന്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? വി ക്യാൻ ഡു ഡോട്ട് പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ. സോ ഡൈവർജൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഈ ഓപ്പറേറ്ററിനെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു വെക്ടർ ഫംഗ്ഷന്റെ ഒപ്പം നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഡൈവേർജൻസ് എന്ന് പറയുക. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് ഇസ് ബേസിക്കലി ലൈക്ക് മൾട്ടിപ്ലിക്കേഷൻ, ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദാറ്റ് അല്ലെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് del ഓപ്പറേറ്റർ ബൈ another vector is called as divergence of a vector. So what is divergence of a vector? Divergence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വൈസ് ജസ്റ്റ് ഒരു വെക്ടറിനെ അല്ലെങ്കിൽ ഡെൽ ഓപ്പറേറ്ററിനെ നമ്മുടെ വെക്ടർ ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസിന്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ ആസ് ഇറ്റ് ഇസ് എ വെക്ടർ നമ്മൾ ഇങ്ങനെ തന്നെ ഡിനോട്ട് ചെയ്യും. കാരണം എന്താ, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. സോ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്ക് ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ എടുക്കുക, അതായത് എക്സ് ഐ ക്യാപ്പിന്റെ കോമ്പോണന്റ് ഐ ക്യാപ്പിന്റെ ഒപ്പം ജെ ക്യാപ്പിന്റെ കോമ്പോണന്റ് ജെ ക്യാപ്പിന്റെ ഒപ്പം കെ ക്യാപ്പിന്റെ കോമ്പോണന്റ് കെ ക്യാപ്പിന്റെ ഒപ്പം, അതായത് അവരവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോമ്പോണൻസിന്റെ ഒപ്പമുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ബേസിക്കലി ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് ഡെൽ ഡോട്ട് എ, അതായത് ഡെൽ ഓപ്പറേറ്റർ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് ദിസ് പെർട്ടിക്കുലർ തിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡൈവർജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡൈവർജൻസ് ഇസ് ബേസിക്കലി എക്സ് ഡയറക്ഷനിലുള്ള സംഭവത്തിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ ഡയറക്ഷനിലുള്ള ആ പെർട്ടിക്കുലർ ഫംഗ്ഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെഡ് ഡയറക്ഷനിലുള്ള ആ പെർട്ടിക്കുലർ സംഭവത്തിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ എക്സാമ്പിൾസ് കാണാം, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയറോ പ്ലസ് എക്സ് സ്ക്വയറോ വൈ സ്ക്വയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക.
അപ്പൊ ആ ഒരു സംഭവത്തിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എല്ലാ ഡയറക്ഷനിലും ഉള്ള അങ്ങനത്തെ സംഭവങ്ങളുടെ പാർഷ്യൽ ഡിഫറൻസിയേഷന്റെ സം ആണ് നമുക്ക് ഡൈവേർജൻസ് തരാം. Alright. So what is divergence of a particular vector? It is basically the dot product of del operator with a function, vector function, and that is simply taking the partial derivatives of that particular function in its own respective directions. Alright. ഇനി എന്താണ് ഈ സംഭവം സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ആൻഡ് നമുക്ക് അവിടെ അതൊരു വെക്ടർ ഫീൽഡിന്റെ ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ ഒരു സോഴ്സ് ആണെങ്കിൽ എന്താണ്, ഒബ്വിയസ്ലി പുറത്തേക്ക് അതിന്റെ ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ, അതിന്റെ പുറത്തേക്ക് അതിന്റെ ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഡൈവർജൻസ് ബേസിക്കലി എന്താണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പോയിന്റിൽ നിന്നും ഫീൽഡ് എമിറ്റ് ചെയ്യുകയാണോ അതോ ആ പോയിന്റിലേക്ക് ഫീൽഡ് വരികയാണോ, അതായത് ഇറ്റ് ഈസ് ബേസിക്കലി ടു ഐഡന്റിഫൈ ദ സോഴ്സ് ആൻഡ് സിങ്ക് ഓഫ് എ പെർട്ടിക്കുലർ വെക്ടർ ഫീൽഡ്. അതായത് ഒരു വെക്ടർ ഫീൽഡ് സ്പേസിലുള്ളപ്പോൾ ആ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു സോഴ്സ് ആണോ അതോ ഒരു സിങ്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ആണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഫീൽഡ് പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവർജൻസ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് പി നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയും. ഡൈവർജൻസ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് പി പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക്, അതായത് ആ പോയിന്റിന്റെ ഉള്ളിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈവർജൻസ് നമ്മൾ നെഗറ്റീവ് ആണെന്നാണ് പറയുക. ഓൾറൈറ്റ്. So basically it shows whether that particular point in space is a source or a sink in 3D space. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് സ്ട്രെങ്തനിങ് ഓർ വീക്കനിങ് നേച്ചർ ഓഫ് എ പോയിന്റും പറയാൻ പറ്റും. അതായത് കുറെ ലൈൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്സിൽ കുറെ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത്തും കൂടുതൽ, അതായത് ക്രൗഡഡ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് അതിന്റെ അർത്ഥം, അവിടെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സംഭവം നമുക്ക് ഇതിനകത്തുനിന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഡൈവർജൻസിന്റെ സിഗ്നിഫിക്കൻസ്. ഡൈവർജൻസ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് എ വെക്ടർ. കാരണം ആദ്യം നമ്മൾ പഠിച്ചത് ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ സ്കെലാർ ഫംഗ്ഷൻസിനാണ്. വെക്ടർ ഫംഗ്ഷൻസിന്റെ കേസിൽ ഗ്രേഡിയന്റ് ഡൈവർജൻസ് ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഡൈവർജൻസ് എന്താണ് നമുക്ക് ക്ലിയർ ആയി. അടുത്തതെന്ന് പറയുന്നത് കേൾ ഓഫ് എ വെക്ടർ ആണ്. കേൾ ഓഫ് എ വെക്ടർ, അതായത് എഫ് ഒരു വെക്ടർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്, ഒരു വെക്ടർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വെക്ടർ ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ 3D സ്പേസ്, അതായത് എല്ലാ ഡയറക്ഷനിലേക്കും അതിന്റെ എഫക്ട് എത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു വെക്ടർ ഫംഗ്ഷൻ ആണ്. എഫ് ഒരു വെക്ടർ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ക്വാണ്ടിറ്റി ആണ്. കേൾ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ നമ്മുടെ ഒരു വെക്ടർ ഫീൽഡിൽ ഡെൽ ഓപ്പറേറ്റർ ഒരു വെക്ടർ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു വെക്ടർ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സംഭവം കിട്ടും. ആ കിട്ടുന്ന പാരാമീറ്ററിന്റെ പേരുകളാണല്ലോ നമ്മൾ പഠിച്ചിരുന്നത്, കേൾ, ഡൈവേർജൻസ്, ഗ്രേഡിയന്റ് എന്നൊക്കെ. സോ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു പാരാമീറ്ററിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഡെൽ ഓപ്പറേറ്ററിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ കേൾ എഫ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. സോ വാട്ട് ഈസ് കേൾ എഫ്? ഇറ്റ് ഈസ് ബേസിക്കലി ഡെൽ ഓപ്പറേറ്റർ when crossed with that particular vector field. അതായത് നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിനെ ഡെൽ ഓപ്പറേറ്ററിന്റെ ഒപ്പം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്ററിനെയാണ് നമ്മൾ കേൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഒരു പെർട്ടിക്കുലർ അതായത് IJK കോമ്പണൻസ് ഉള്ള ഒരു വെക്ടർ ഫീൽഡ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക? ഇറ്റ് ഈസ് എ ഡിറ്റർമിനന്റ് ഓഫ് IJK, പിന്നെ അല്ലെ IJK, പിന്നെ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഇപ്പോ A1 B1 A1 I cap plus A2 J cap plus A3 K cap, B1 I cap plus B2 J cap plus B3 K cap. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ IJK ഉണ്ടാവും, പിന്നെ ഇവിടെ A1 A2 A3 ഉണ്ടാവും, ഇവിടെ B1 B2 B3 ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ജനറലി രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ഡെൽ ക്രോസ് എഫിന്റെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുക? ഡെൽ ഓപ്പറേറ്ററിന്റെ ഐ കോമ്പണന്റ് ഇവിടെ എന്തൊക്കെയാണ്? ഡോ ബൈ ഡോ എക്സ് ആണ് അല്ലെ. ഡെൽ ഓപ്പറേറ്റർ എന്തായിരുന്നു നമുക്കറിയാം. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ I cap into
dou by dou x plus j cap into dou by dou y plus k cap into dou by dou z ആയിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ i j k components ഏതൊക്കെയാണ്? dou by dou x, dou by dou y, dou by dou z. അതാ നമ്മളിവിടെ എഴുതി. അതുപോലെ തന്നെ നമ്മുടെ വെക്ടർ ഫീൽഡ് f അല്ലെങ്കിൽ വെക്ടർ ഫംഗ്ഷന്റെ x, y and z components. So this is basically taking cross product of del operator and the vector function that we are having. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? ഒരു വെക്ടർ ആണ്. കാരണം ക്രോസ് പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു വെക്ടർ തന്നെയാണ്. സോ കേൾ f is a vector quantity. കേൾ f എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയും കൂടിയാണ്. ഓൾറൈറ്റ്. സോ കേൾ f എങ്ങനെ എടുക്കുക നമുക്കുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്കലി കേൾ f എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് ബേസിക്കലി ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ ഗിവൺ വെക്ടർ ഫീൽഡ് ആൻഡ് a del operator. അത് എന്താണ് കാണിക്കുന്നത്? കേൾ f കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the curl of a vector field measures the tendency of the vector field to rotate about a point. അതായത് സപ്പോസ് എനിക്കിപ്പോ ഇങ്ങനെ, അതായത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സപ്പോസ് ഇത് വിൻഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അതായത് ഇത് രണ്ട് സൈഡിൽ നിന്നും അടിക്കുന്ന വിൻഡ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മളൊരു ക്രിക്കറ്റ് ബോൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ വിൻഡിന് എന്ത് കൂടുതലാണ്? ഫോഴ്സ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടുതലാണ്. അപ്പൊ ഒബ്വിയസ്ലി ഇത് ഇങ്ങോട്ട് തിരിയും അല്ലെ, ആ പന്ത് ഇങ്ങോട്ട് തിരിയാനാണ് ടെൻഡൻസി കൂടുതൽ. സോ അതുപോലെ തന്നെയാണ് രണ്ട് വെക്ടർ ഫീൽഡുകൾ ആക്ട് ചെയ്യുക. ഇമാജിൻ ദാറ്റ് ദീസ് ടു ആർ ഡിഫറെന്റ് വെക്ടർ ഫീൽഡ്സ് ആൻഡ് വെൻ ഇറ്റ് ഈസ് പാസിംഗ് അറൌണ്ട് അല്ലെങ്കിൽ വെൻ ഇറ്റ് ഈസ് പാസിംഗ് about a particular point, it causes a tendency to rotate. അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് അബൌട്ട് ആയിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആൻഡ് ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മുടെ കേൾ എഫ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിന് ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആൻഡ് ആ ടെൻഡൻസി എത്രത്തോളം ക്വാണ്ടിറ്റേറ്റീവ്ലി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് കേൾ എഫ് യൂസ് ചെയ്തിട്ടാണ്. So the curl f of a vector field measures the tendency of the vector field to rotate about a particular point. And direction is given by right hand thumb rule. കാരണം നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏതാണ് സാധാ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ, അതായത് ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അവിടേക്ക് 4 ഫിംഗേഴ്സ്, പിന്നെ തമ്പിന്റെ ഡയറക്ഷൻ എന്താണോ അതാണ് മുകളിലേക്ക് ഇത്. ഓൾ റൈറ്റ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ 3 ക്വാണ്ടിറ്റീസ് പഠിച്ചു. അതായത് ആദ്യം നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡെൽ ഓപ്പറേറ്റർ നമ്മുടെ സ്കേലാറിലും വെക്ടറിലും ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. സ്കേലാറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെക്ടറും സ്കേലാറും തമ്മിൽ ചെയ്യാൻ പറ്റുന്ന ആകെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്. അത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റിയുടെ പേരായിരുന്നു എന്ത്? ഗ്രേഡിയന്റ്. അത് ഗ്രേഡിയന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അത് എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അടുത്തെന്ന് പറഞ്ഞപ്പോൾ ഡൈവേർജൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കേളും. കാരണം നമുക്ക് വെക്ടറിന്റെ ഒപ്പം ആ ഒരു പെർട്ടിക്കുലർ വെക്ടർ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്ന സംഭവത്തിന്റെ പേരായിരുന്നു ഡൈവർജൻസ് എന്ന് പറയുന്നത്. ഡൈവർജൻസ് ഇസ് ബേസിക്കലി ഷോയിങ് എത്രമാത്രം ഫ്ലക്സ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്ന് പുറത്തേക്കോ അകത്തേക്കോ പോകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു ഡൈവർജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വെക്ടർ ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞു. സോ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് രീതിയിൽ നമുക്കൊരു ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നതെന്ന് നോക്കാം. അപ്പൊ സപ്പോസ് നമുക്കൊരു വെക്ടർ ഫീൽഡ് വി നമുക്ക് തന്നിട്ടുണ്ട്. വി എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് തന്നിട്ടുണ്ട്. ആൻഡ് സോറി, വെക്ടർ അല്ലാട്ടോ, സ്കേലർ ആണ്. നമ്മൾ സ്കേലറിനല്ല നമ്മൾ ഗ്രേഡിയന്റ് മെഷർ ചെയ്യുള്ളൂ, വെക്ടർ നമ്മൾ ഗ്രേഡിയന്റ് മെഷർ ചെയ്യില്ലല്ലോ. സോ നമുക്ക് v is equal to x plus y minus 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്കേലാർ തന്നു. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഗ്രേഡിയന്റ്. നമുക്ക് ഓർമ്മയുണ്ട് ഗ്രേഡിയന്റ് എന്തായിരുന്നു? ഗ്രാഡ് v എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെൽ ഓപ്പറേറ്റർ വിത്ത് ദ ഗിവൺ ഫംഗ്ഷൻ, റൈറ്റ്? അതായത് ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ജെ ക്യാപ് പ്ലസ് ഡോ വൈ ബൈ ഡോ സെഡ് ഇൻറ്റു കെ ക്യാപ് അല്ലെ? അതാണ് നമ്മുടെ എന്താണ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കി ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനെ ഞാൻ എക്സ് ഡയറക്ഷനിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഓക്കെ, ഇത് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 വരും. ഇതിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ 0 വരും. ഇതിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ 0 വരും. സോ ഒരു ഐ ക്യാപ്പ് എനിക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഞാൻ ചെയ്താൽ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0,
y നെ with respect to partially differentiate ചെയ്താൽ 1, 1 നെ differentiate ചെയ്താൽ 0. ഇതിനെ differentiate ചെയ്താൽ 0. So നമ്മൾ നമ്മുടെ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് g is equal to I cap plus j cap ആണ്. അതാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ സ്കേലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്കേലാറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും സെഡും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഏതൊക്കെ ഡയറക്ഷനിലാണ് അത് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓൾറൈറ്റ്, അടുത്തൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ, ഒരു സ്കേലാർ തന്നിട്ടുണ്ട് 1 മൈനസ് എക്സ് മൈനസ് വൈ ആൻഡ് ഗ്രേഡിയന്റ് എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമുക്കറിയാം ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡെൽ ഓപ്പറേറ്റർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സംഭവത്തിന്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യണം, അതായത് എല്ലാ ഡയറക്ഷനിലും. അപ്പോൾ ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു -1 വന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഐ ക്യാപ്പ് വന്നു. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഒരു മൈനസ് ജെ ക്യാപ്പും വന്നു. കെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 0 ആണ് വന്നത്. അതൊന്നുമില്ല. സോ ഞാൻ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ എനിക്ക് ഫൈനലി കിട്ടുന്നത് മൈനസ് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ്. അതായത് ഇങ്ങനെയാണ് നമുക്കൊരു പെർട്ടിക്കുലർ സ്കേലാർ വെക്ടർ സ്കേലാർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രേഡിയന്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഏത് ഡയറക്ഷനിൽ? എല്ലാ ഡയറക്ഷനിലും നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത് ഡൈവർജൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മുടെ അടുത്ത് ഡൈവർജൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഡൈവർജൻസ് കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഒരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്നത് ഒരു വെക്ടർ ഫീൽഡ് ആണ്. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് ഓർമ്മയുണ്ട്. അപ്പോ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ആകെ എന്ത് മാത്രമേ വരുള്ളൂ? ഇതിന്റെ എക്സ് കോമ്പണന്റ് ഇതിന്റെ ഒപ്പം വരും, ഇതിന്റെ വൈ കോമ്പണന്റ് ഇതിന്റെ ഒപ്പം വരും, ഇതിന്റെ സെഡ് കോമ്പണന്റ് ഇതിന്റെ ഒപ്പം വരും, അല്ലെ? കാരണം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് ഉണ്ടാവും, പിന്നെ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഇത് ഈ കേസിൽ നമുക്ക് എക്സ് ഐ ക്യാപ്പ് ഉണ്ട്. സോ ഇത് രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ആണ് വരിക, അല്ലെ? കാരണം നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ കോമ്പണൻസ് മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോവുള്ളൂ, റൈറ്റ്? സോ ഡോ ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ വൈ ഡയറക്ഷനിലുള്ള സംഭവത്തിന്റെ ഉണ്ട്, ഡോ ബൈ ഡോ സെഡും അതിന്റെ ഡയറക്ഷനിലുള്ള വാല്യൂ നമ്മൾ ഇട്ടു. ഡോ എക്സ് ബൈ ഇതെന്താ? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്താണ്? 1 ആണ്. ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് എന്താണ്? 1 ആണ്. സോ ഈ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 3 ആണ്. സോ മനസ്സിൽ വെക്കുക, ഡൈവർജൻസ് എപ്പോഴും നമുക്ക് ഇതുപോലൊരു സ്കേലാർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും തരാം. ഓൾറൈറ്റ്, കാരണം നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കാനുള്ളത്. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് ഫൈനൽ ആൻസർ എന്താണ് വരിക? സ്കേലാർ ആണ് വരിക. അപ്പോ ഡൈവർജൻസ് ഓഫ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇഫ് എ വെക്ടർ ഫീൽഡ് ഇസ് ഗിവൺ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡൈവർജൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെൽ ഓപ്പറേറ്ററിന്റെ എക്സും വൈയും സെഡും കോമ്പണന്റ് നമ്മുടെ ഗിവൺ വെക്ടർ ഫംഗ്ഷന്റെ എക്സും വൈയും സെഡ് കോമ്പണന്റിന്റെ ഒപ്പം നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ എടുക്കും. ഡൈവർജൻസ് ഓഫ് എ പെർട്ടിക്കുലർ വെക്ടർ സെഡ് കെ ക്യാപ്പ്. സെഡ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡൈവർജൻസ് എന്താണ്? ഓക്കെ, ഞാൻ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പിന്റെ ഒപ്പം നോക്കിയപ്പോൾ ഇതിന്റെ ഒപ്പം ഒന്നുമില്ല. അപ്പൊ അത് എന്താണ്? അത് ഇതിനകത്ത് 0 ആണ്. അടുത്തത് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ ക്യാപ്പ് നോക്കിയപ്പോഴും ഇതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ അതെന്താണ്? അതും 0 ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് എന്തോ നോക്കിയപ്പോൾ അതാ ഇവിടെ സെഡിന്റെ കോമ്പണന്റ് ഉണ്ട്. അപ്പൊ അത് എത്രയാണ്? 1 ആണ്. ഓൾറൈറ്റ്, അപ്പൊ എനിക്ക് ആകെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ആണ്. അതെന്താണ്? അതിന്റെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. സോ നമ്മൾ പിന്നെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഡൈവർജൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? സ്കേലാർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സാമിൽ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു എന്താണ് നമ്മൾ എഴുതിയെന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ന്യൂമറിക്കൽസ് ചെയ്തത്. ഓൾറൈറ്റ്, അടുത്തെന്ന് പറയുന്നത് നമുക്കൊരു കേളിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പൊ കേള് നമുക്കറിയാം എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ ഡെൽ ഓപ്പറേറ്ററും അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന വെക്ടറും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണ് കേൾ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന വെക്ടർ -y i ക്യാപ്പ് പ്ലസ് എക്സ് ജെ ക്യാപ്പ് ആണ്. ഓൾറൈറ്റ്, സോ നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കാം? ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ, ഐ ഡയറക്ഷനിലുള്ള കോമ്പണന്റ്, ജെ ഡയറക്ഷനിലുള്ള കോമ്പണന്റ്, കെ ഡയറക്ഷനിലുള്ള കോമ്പണന്റ് ഓഫ് ദ ഫസ്റ്റ് വെക്ടർ. ഫസ്റ്റ് വെക്ടർ ആരാണ്? നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ ഐ ഡയറക്ഷനിലുള്ള കോമ്പണന്റ് ഓഫ് സെക്കൻഡ് വെക്ടർ അതെന്താണ്? -y ആണ്. ഐ ഡയറക്ഷനിലുള്ളത് -y ആണ്. ജെ ഡയറക്ഷനിലുള്ളത് എക്സ് ആണ്. കെ ഡയറക്ഷനിൽ കെ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കെ ക്യാപ്പ് യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്ഷനിൽ വേറെ വെക്ടേഴ്സിന്റെ കോമ്പണന്റ് ഒന്നും ഇല്ലാത്ത കാരണം അത് 0 ആണ്. സോ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഐ ക്യാപ്പ് ഇൻറ്റു ഇത് അല്ലെ, ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ
dou by dou y of 0 minus dou by dou z of x. Dou by dou y of 0 എന്താണ്? 0 ആണ്. Dou by dou z of x എന്താണ്? അതും 0 ആണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ 0 ആയി. അതുപോലെ തന്നെ j ക്യാപ്പിന്റെ എടുക്കുമ്പോൾ ഏതാണ് വരിക? Dou by dou x of 0 minus dou by dou z of minus y. അതെന്താണ്? അതും 0 ആണ്. അപ്പൊ നമുക്ക് ആകെ ബാക്കി വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് k cap into എന്താണ്? Dou by dou x of x. K cap into dou by dou x of x എന്താണ്? Dou by dou x of x minus dou by dou y of minus y. Dou by dou x of x എന്താണ്? Dou by dou x of x 1 ആണ്. Minus dou by dou y of minus y. അതെന്താണ്? Minus 1 ആണ്. So 1 minus minus 1 2 ആണ്. So 2k cap എന്നുള്ള ഒരു വെക്ടർ, അതായത് 2k cap എന്നുള്ള വെക്ടർ ആണ് നമുക്ക് ഡെല്ലും അതുപോലെ തന്നെ എയും കൂടി ക്രോസ് ചെയ്തിട്ട് കിട്ടും. അതായത് കേൾ എന്ന് പറയുന്ന പാരാമീറ്റർ 2k cap ആണ് ഫോർ ദിസ് പെർട്ടിക്കുലർ ഗിവൺ വെക്ടർ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കോൺസെപ്റ്റ്സ് ഉള്ളത് ചില ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് ആണ്. അതായത് ലൈൻ ഇന്റഗ്രൽ, സർഫസ് ഇന്റഗ്രൽ, അതുപോലെ തന്നെ വോളിയം ഇന്റഗ്രൽ. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ സമ്മേഷൻ എടുക്കുമ്പോൾ, അതായത് ഇവിടെ 1 2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 6 7, അപ്പോൾ ഇവിടെ 7 ഡോട്ട്സ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ലിറ്ററലി ഡിസ്ക്രീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തു അല്ലെ. അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എണ്ണും, അല്ലെങ്കിൽ സമ്മേഷൻ ചെയ്യും, അല്ലെങ്കിൽ സിഗ്മ, ദാറ്റ് ഇസ് സമ്മേഷൻ ആണ് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് ഒരുപാട് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള, അതായത് കുരുകുരാന്ന് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് എണ്ണാൻ പറ്റുമോ? പറ്റില്ല. സോ വി ഗോ ഫോർ ഇന്റഗ്രേഷൻ. അപ്പോ ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലൈനിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കയറ്, അങ്ങനെ കയർ നമുക്കൊരു, അല്ലെങ്കിൽ കയർ അല്ലെങ്കിൽ ത്രെഡ് ഒക്കെ നമുക്കൊരു നല്ല എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ. നമുക്ക് ഇരുന്ന് എണ്ണാൻ പറ്റില്ല, കയറിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ബാക്കി എൻറ്റയർ ലെങ്ത്തിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ഒരു പെർട്ടിക്കുലർ ലൈനിൽ കൂടെയാണ് നമ്മൾ എൻറ്റയർ തിങ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻറ്റയർ സംഭവത്തിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് നമ്മൾ പറയുന്നതാണ് ലൈൻ ഇന്റഗ്രൽ. ഒബ്വിയസ്ലി, അതായത് ഈ ഒരു ലൈനിൽ ഞാൻ ഈ ഒരു ചെറിയ എലമെന്റ് എടുത്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന്റെ എൻറ്റയർ ലെങ്ത്തിലേക്ക് എ മുതൽ ബി വരെ ഉള്ള ഇതുപോലത്തെ ഡി എൽ ഡി എൽ ഡി എൽ ഡി എൽ ഡി എൽ ഡി എല്ലിന്റെ ഇന്റഗ്രൽ, അതായത് ഇത്രയും ഇൻഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഡി എൽ, എ മുതൽ ബി വരെയുള്ള ഡി എല്ലുകളെ ഞാൻ സമ്മേഷൻ ചെയ്തു പോയാൽ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തു പോയാലാണ് എനിക്ക് എന്ത് കിട്ടുക? നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള വെക്ടർ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക. ഓൾറൈറ്റ്, അതായത് ഡി എൽ ഡി എൽ ഡി എൽ ഡി എൽ എ മുതൽ ബി വരെയുള്ള എല്ലാ ഡി എല്ലുകളെയും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടോട്ടൽ ലെങ്ത് കിട്ടും. അതിന് തരാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇമാജിൻ ചെയ്യാം. അതായത് എന്താണ്, ഇവിടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇരിക്കുന്നെന്ന് വിചാരിക്കുക, ക്യൂ. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ക്യൂവിനെ എ മുതൽ ബി വരെ കൊണ്ടുപോകാൻ എത്ര വർക്ക് ചെയ്തു എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എ മുതൽ ബി വരെ കൊണ്ടുപോകാൻ എനിക്ക് എത്ര വർക്ക് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഒബ്വിയസ്ലി നമുക്ക് വർക്ക് എന്താണെന്ന് നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ക്യൂ ചാർജിന്, കുഞ്ഞൊരു ക്യൂ ചാർജിന് ഞാൻ ഇവിടെ വരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലുള്ള വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എ മുതൽ ഈ സംഭവത്തിന്റെ ലെങ്ത് നമുക്ക് അറിയില്ലല്ലോ, അതായത് ഈ ടോട്ടലി ഇത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡി എൽ ലെങ്തിനെ നമ്മൾ എ മുതൽ ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. ഡി എൽ ലെങ്തിനെ എ മുതൽ ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള, സപ്പോസ് ഈ ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ എ മുതൽ ബി വരെയുള്ള ലെങ്ത് നമുക്ക് എൽ ആണെന്ന് കിട്ടും. ആ എൽ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഡി എൽ ഫ്രം എ ടു ബി ആണ്. ഓൾറൈറ്റ്, സോ ഈ പെർട്ടിക്കുലർ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എല്ലിനെ എ മുതൽ ബി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ക്യൂ ആണ് അല്ലെ. അതായത് ഒരു ചാർജ് ക്യൂവിനെ ഒരു പെർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? F is equal to Q into that particular electric fieldന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഫോഴ്സ് Q into DL, അത് എവിടെ തൊട്ട് എവിടെ വരെ? എ മുതൽ ബി വരെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് കിട്ടും. സോ
ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലൈൻ ഇന്റഗ്രൽ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതായത് എ മുതൽ ബി വരെ നമ്മൾ ലൈനിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടുക. എന്നാൽ മാത്രമേ നമുക്ക് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ വേർ വി ആർ ഗോയിങ് ടു യൂസ് ലൈൻ ഇന്റഗ്രൽ. ഓൾ റൈറ്റ്. അതുപോലെ തന്നെ ഉള്ള അടുത്തൊരു ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ ആണ്. നമുക്കിപ്പോൾ റാൻഡം ആയിട്ട് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. റാൻഡം ആയിട്ട് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്. സോ ഈ റാൻഡം സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എനിക്ക് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഒരു സപ്പോസ് ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജ് കാരണം ഇത് കൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുമ്പോൾ എത്രമാത്രം ഫീൽഡ് ലൈൻസ് ഇത് കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏരിയ എത്രയാണെന്ന് ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു ചെറിയ യൂണിറ്റ് ഏരിയ എടുത്തിട്ട് എൻറ്റയർ സർഫസിലേക്ക് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. അതായത് നമുക്ക് ടോട്ടൽ ഏരിയ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? യൂണിറ്റ് ആയിട്ടുള്ള എലമെന്ററി ഏരിയ എടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എൻറ്റയർ ക്ലോസ്ഡ് സർഫസിലേക്ക് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ഏരിയ കിട്ടും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് phi is equal to E into A ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ എത്രമാത്രം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്രമാത്രം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കാനുള്ളത്. സോ അവിടെ എന്ത് ചെയ്താൽ മതി? ഫൈനെ നമ്മൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. സോ ഒരു പെർട്ടിക്കുലർ സർഫസിലൂടെ പോകുന്ന സംഭവങ്ങളുടെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ക്ലോസ്ഡ് സർഫസിൽ നമ്മളൊരു എലമെന്ററി സർഫസ് അതായത് യൂണിറ്റ് എലമെന്റൽ സർഫസ് എടുത്തിട്ട് നമ്മൾ എൻറ്റയർ സർഫസിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് വോളിയം ഇന്റഗ്രലും. അതായത് എൻറ്റയർ വോളിയത്തിൽ കൂടെ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എൻറ്റയർ വോളിയത്തിലൂടെ പാസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയൊരു പെർട്ടിക്കുലർ വോളിയം എടുത്തിട്ട് എൻറ്റയർ സംഭവത്തിലേക്ക് അതിന്റെ വോളിയത്തിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യാറുണ്ട്, സർഫസ് ഇന്റഗ്രൽ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വോളിയം ഇന്റഗ്രൽ യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു സംഭവത്തിനെ ഒരു പെർട്ടിക്കുലർ ലൈനിലൂടെ അല്ലെങ്കിൽ ഒരു രണ്ട് പോയിന്റുകളുടെ ഇടയിൽ കൂടെ ജസ്റ്റ് ലൈൻ ആയിട്ട് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യും. നമുക്കൊരു പെർട്ടിക്കുലർ സർഫസ് ആണ് എൻറ്റയർലി നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ സർഫസ് ഇന്റഗ്രൽ യൂസ് ചെയ്യും. ഒരു എൻറ്റയർ വോളിയം നമുക്ക് എന്താ പറയുക നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എൻറ്റയർ വോളിയത്തിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വോളിയം ഇന്റഗ്രൽ യൂസ് ചെയ്യും. അപ്പൊ ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ്, ഡൈവർജൻസ്, കേൾ, ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ് ഡൈവേർജൻസ് തിയറം ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻസും അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഓൾ റൈറ്റ്. സോ ഗോസ് ഡൈവേർജൻസ് തിയറം. So it is a theorem that is used to calculate closed surface integral of a vector field. It states that for a closed surface S surrounding the volume V, the divergence of any vector A is expressed as. അതായത് നമുക്ക് ഒരു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അതായിട്ട് റിലേറ്റ് ചെയ്യാനോ ആണ് നമ്മുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറത്തിനാണ് ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന് പറയുക. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ഇൻറ്റഗ്രലിനെ നമുക്ക് വോളിയം ഇൻറ്റഗ്രലിൻ്റെ ടേംസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വൈസ് വേഴ്സയാണ് നമുക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു യൂസ് ഗോസ് ഡൈവേർജൻസ് തിയറം. സോ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു closed volume integral of divergence of that particular vector. അതായത് ആ ഒരു വെക്ടറിൻ്റെ ഡൈവർജൻസിൻ്റെ വോളിയം ഇൻറ്റഗ്രൽ അതിൻ്റെ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രലിനോട് ഈക്വൽ ആണ്. ഓക്കെ, നമ്മൾ എന്തിനാണ് ഡൈവേർജൻസ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് ലൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് ഒരു ഡൈവേർജൻസ് നെഗറ്റീവ് ആണെന്നും അതിൽ നിന്നും പുറത്തേക്ക് അതായത് എമിനേറ്റിംഗ് ആണ് അല്ലെങ്കിൽ എമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈവേർജൻസ് പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് പി ഇൻ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു പെർട്ടിക്കുലർ തിയറം നമ്മൾ ഫിസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 3D സ്പേസിൽ രണ്ട് പോയിന്റ് സോഴ്സ് ആണോ സിങ്ക് ആണോ എന്നൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതായത് ഇപ്പം ഇങ്ങനൊരു ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് എനിക്ക് 2 പോയിന്റുകളുണ്ട്, പി ആൻഡ് ക്യൂ. അപ്പം ഞാൻ പീനെയും ക്യൂവിനെയും നോക്കുമ്പോൾ പിയിൽ നിന്നും പുറത്തോട്ട് പോവുകയാണ്, ക്യൂവിൻ്റെ അകത്തേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒബ്വിയസ്ലി എമിറ്റ് ചെയ്യുമായിരിക്കും. സോ പി ഈസ് ആക്ടിങ് ആസ് എ സോഴ്സ് ആൻഡ് ക്യൂ ഈസ് ആക്ടിങ് ആസ് എ സിങ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം, അതായത് ഒരു ഫീൽഡിൻ്റെ സോഴ്സും സിങ്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ തിയറം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ യൂസേജ് ഒന്നും നമുക്കധികമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് എ പെർട്ടിക്കുലർ വെക്റ്റർ നമുക്ക് ഡൈവർജൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെക്ടറിൻ്റെ വോളിയം ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടറിൻ്റെ വോളിയം ഇൻറ്റഗ്രൽ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം നമുക്കറിയാം ഡൈവേർജൻസ് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സോ ഒബ്വിയസ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. ഇതിനകത്ത് ഈ ഡി എസ് എന്ന് പറയുന്നത് ഏരിയ വെക്ടറാണ്. ഏരിയ വെക്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറിനെയാണ് നമ്മൾ ഏരിയ വെക്ടർ എന്ന് പറയുക. ഓക്കെ, അതായത് ഡി എസ് ഡോട്ട് എൻ ക്യാപ്പ്, അതായത് ഏരിയയുടെ എലമെൻറ്റ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് ഡോട്ട് ചെയ്യുന്നത്. ഇതാണ്, അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് നമ്മുടെ ഏരിയ വെക്ടർ. ഓക്കെ, സോ സ്റ്റോക്സ് തിയറം ഗോസ് ഡൈവർജൻസ് തിയറം ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് whenever we want to relate a particular surface integral in terms of a volume integral, അല്ലെങ്കിൽ relation between surface integral and volume integral, we use the Gauss divergence theorem. അടുത്തതെന്ന് പറയുന്നത് സ്റ്റോക്സ് തിയറാണ്. സോ ഇറ്റ് ഈസ് എ തിയറം. ദ തിയറം ഇസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് സർക്കുലേഷൻ. അതായത് ഞാനിപ്പോൾ നമ്മൾ കേൾ എന്താന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഒരു വെക്റ്റർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വെക്റ്റർ ഫീൽഡ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് ഞാൻ ഇമാജിൻ ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് ഇമാജിൻ ചെയ്തു. ആ ആരോൻ്റെ ലെങ്ത് തന്നെയാണ് ആ വെക്റ്റർ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അതായത് ഇവിടെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്, ഇവിടേക്ക് വരുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു പോയിന്റ് വെച്ചു. ഒബ്വിയസ്ലി ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലുള്ള കാരണം ഇതിന് ഇങ്ങോട്ടൊരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അതിനെയായിരുന്നു നമ്മൾ കേൾ എന്ന് വിളിച്ചിരുന്നത്, റൈറ്റ്. സോ കേള് കാരണം, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം, ഈ ഒരു സർഫസിലുള്ള എല്ലാ പോയിന്റുകളും കണ്ടില്ലേ, ഈ ഒരു പെർട്ടിക്കുലർ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സർഫസിലുള്ള എല്ലാ പോയിന്റിനും ഒരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. എല്ലാ പോയിന്റിനും ഒരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ സർക്കുലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫീൽഡ് അറൗണ്ട് എ ക്ലോസ്ഡ് കർവ് എൻസർക്ലിംഗ് സർഫേസ്. ദാറ്റ് ഈസ്, ഞാനിപ്പോൾ ഒരു 2D സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ, അതാണല്ലോ അതിൻ്റെ അതായത് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുക. ഞാനൊരു ഏരിയ, ഒരു 2 ഡയമെൻഷണൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്ററാണ് അതിൻ്റെ ലൈൻ ഇൻറ്റഗ്രലായിട്ട് വരിക. ഐ മീൻ അതിൻ്റെ ലൈൻ സർക്കുലേഷനായിട്ട് വരിക അല്ലേ. അതായത് ഈ സംഭവത്തിനെ ഞാൻ സർക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെരിമീറ്ററിലൂടെ ഞാൻ നടക്കണം. സോ ദാറ്റ് ഈസ് ഇറ്റ് സർക്കുലേഷൻ. So closed line integral of that vector field around a closed curve encircling സർഫസിനെയാണ് നമ്മൾ സർക്കുലേഷൻ എന്ന് പറയുക. ഈ ഒരു സർഫസിനെ ചുറ്റണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സർഫസ് എന്ന് പറയുക. സോ ഞാനൊരു വെക്റ്റർ ഒരു വെക്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി എൽ, അതായത് ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ that is equal to curl of that particular vector's surface integral. നേരത്തെ പറഞ്ഞു സർഫസ് ഇൻറ്റഗ്രലും വോളിയം ഇൻറ്റഗ്രലും റിലേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗോസ് ഡൈവർജൻസ് തിയറം. അതെന്തായിരുന്നു? ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു ഡൈവർജൻസ് ഓഫ് ദാറ്റ് വെക്ടേഴ്സ് വോളിയം ഇൻറ്റഗ്രൽ. അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ, അതായത് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൽ കൂടെ നമ്മളിങ്ങനെ എൻറ്റയർലി നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായിരുന്നല്ലോ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ എലമെൻ്റ് എടുത്തു എന്നിട്ട് അത് എൻറ്റയർ ലെങ്ത്തിലേക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയി.
അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ആ വെക്ടർ ഫീൽഡ് ഇരിക്കുന്ന സ്ഥലത്തെ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആ സർഫസിൻ്റെ ആ വെക്ടറിൻ്റെ കേളിൻ്റെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലിനോട് ഈക്വലാണ്. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്ടർ ഫീൽഡ് ഇസ് ഈക്വൽ ടു ദ കേൾ ഓഫ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് വെക്ടർ ഫീൽഡ്. ഇതെങ്ങനെയാണിത് വന്നതെന്ന് ചോദിച്ചാൽ, ഇത് എന്തുകൊണ്ടാണ് നമ്മളിത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്ക്വയർ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഏരിയ തന്നെ എടുത്തു എന്ന് വിചാരിക്കുക ജനറലായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ ഇങ്ങോട്ടൊരു കേൾ ഉണ്ടാവാമല്ലോ. ഇവിടെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വെക്ടർ ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇരിക്കുന്ന ഏതൊരു പോയിന്റിനും ഒരു കേൾ അല്ലെങ്കിൽ ഒരു ടേണിങ് എഫക്റ്റ് ഉണ്ടാവാം, റൈറ്റ്? സോ അവിടെ ഇരിക്കുന്ന ഒരു പോയിന്റിന് ഒരു ടേണിങ് എഫക്റ്റ് ഈ ഡയറക്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ടേണിങ് പോയിന്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരാമല്ലോ. അത് ഓക്കെ, കുറച്ചുകൂടി ജനറലൈസ്ഡ് ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സ്ക്വയർ എടുക്കാം. അപ്പോൾ സ്ക്വയറിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഇങ്ങനെയാണ് അതിൻ്റെ കേള് അല്ലെങ്കിൽ ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ വെക്ടർ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തിരിയുന്നുണ്ടല്ലോ. ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് സ്ക്വയറിൽ ഇങ്ങനെ തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് സ്ക്വയറിലും ഇങ്ങനെ തിരിയുന്നുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. സോ ഈ എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 4 സ്ക്വയറുകളുടെയും കേളുകൾ തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതായത് ഇവൻ്റെ റൊട്ടേഷനും ഓപ്പോസിറ്റ് സെൻസിലായതുകൊണ്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള എല്ലാ ആൾക്കാരുടെയും ടേണിങ് എഫക്റ്റുകൾ ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പോൾ ഇൻ എഫക്റ്റ് എനിക്ക് ബാക്കി വരുന്നത് ഈ ഒരു പെരിമീറ്റർ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയിലൂടെ പോകുന്നതിൻ്റെ എഫക്റ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ എൻറ്റയർ സർഫസിൻ്റെ കേളിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആണെന്ന്. ഇവിടെ ഒരു വെക്ടർ ഫീൽഡ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വെക്ടർ ഫീൽഡ് കാരണം സർഫസിലുണ്ടാവുന്ന കേളിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഈ ലൈനിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം രണ്ടും തമ്മിൽ ഈക്വലൻ്റ് ആണെന്ന്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ നമുക്ക് എക്സാമിന് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് വി ഹാവ് എ ലൈൻ ഇൻറ്റഗ്രൽ വി ക്യാൻ relate it to the surface integral using this theorem. Gauss divergence theorem is for surface integralനെ വോളിയം ഇൻ്റഗ്രൽ ആക്കാൻ നമ്മൾ ഡൈവേർജൻസ് ആണ്. ഇവിടെ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കാൻ കേളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സ്റ്റോക്സ് തിയറം ഇസ് എ തിയറം ദാറ്റ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് സർക്കുലേഷൻ. അതാണ് നമ്മൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ആ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 11th അല്ലെങ്കിൽ 12th എന്തായാലും പഠിച്ചിട്ടുള്ളൊരു സംഭവമായിരിക്കും. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ വോള്യൂം മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ് വിതിൻ ദ വോള്യൂം. അതായത് എനിക്കിപ്പോൾ ഇങ്ങനൊരു വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് ഐ ഹാവ് എ വയർ that is having a cross sectional area A അല്ലെങ്കിൽ cross sectional area S. അപ്പോൾ ആ ഒരു വയറിൽ കൂടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ് പാസ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു വയറിലൂടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ചാർജ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു വോളിയത്തിൽ കൂടെ ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ കൂടെ എത്രമാത്രം ചാർജ് പാസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം വോളിയം ആ ചാർജിനുള്ളിലുണ്ട്, എത്രമാത്രം ചാർജ് ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിനകത്തുണ്ട്, ഡിവൈഡഡ് ബൈ അത് ആ ഒരു പെർട്ടിക്കുലർ സംഭവം ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുത്തു. റൈറ്റ്, അതാണ് നമ്മുടെ കറണ്ട്. I is equal to Q by T അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വയറിൻ്റെ വോളിയത്തിനകത്ത് എത്രമാത്രം ചാർജ് ഉണ്ട് ഡിവൈഡഡ് ബൈ ആ ഒരു എൻറ്റയർ സംഭവം ക്രോസ് ചെയ്യാൻ അത് എത്ര സമയം എടുത്തു. അതാണ് കറണ്ട് എന്ന് പറയുന്നത്. റൈറ്റ്, സോ I is equal to Q by T. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്തായിരുന്നു?
ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എസ് ആണെന്നുണ്ടെങ്കിൽ ദ കറണ്ട് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഇവിടെ ഒരു സർഫസ് ഇവിടെ ഒരു പെർട്ടിക്കുലർ സർഫസ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു പെർട്ടിക്കുലർ സർഫസ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും കറണ്ട് ഡെൻസിറ്റി സെയിം ആയിരിക്കും. അതായത് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഡെൻസിറ്റി ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഡെൻസിറ്റിയും സെയിം ആയിരിക്കും. കറണ്ട് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് ഇതൊരു വെക്ടർ ആണെന്നറിയാം, ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെന്നറിയാം. കാരണം നമ്മൾ എടുക്കുന്ന ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം നമ്മുടെ ഏരിയ വെക്ടർ നമ്മൾ എടുക്കേണ്ടത്. സോ ആ ഏരിയ വെക്ടർ എടുക്കുന്നത് ഒബ്വിയസ്ലി കറണ്ട് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. സോ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റിയാണ്. ചാർജിൻ്റെ ഡെൻസിറ്റി, ഒരു വയറിനകത്തൊരു ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, ആ ഒരു വയറിൻ്റെ വോളിയത്തിനകത്ത് എത്രത്തോളം, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ, അല്ലേ, ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ ചാർജ് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റിനെ ഞാൻ സപ്പോസ് റോ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ റോ ഇസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി. അതായത് നമുക്ക് തന്നിരിക്കുന്ന വോളിയത്തിൽ എത്രത്തോളം ചാർജ് ഉണ്ട്, അതാണല്ലോ ചാർജ് ഡെൻസിറ്റി. എനിക്ക് തന്നിരിക്കുന്ന വോളിയത്തിൽ എത്രമാത്രം ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് ബേസിക്കലി ചാർജ് ഡെൻസിറ്റി. സോ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലായി, കറണ്ട് എന്താണെന്ന് മനസ്സിലായി, ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലായി. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ദ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ വോളിയം മസ്റ്റ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ചാർജ് വിത്തിൻ ദ വോളിയം. നമുക്കറിയാം എന്താണ്, ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് ആണ്, റൈറ്റ്. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ജെ ഇസ് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞ വെക്ടർ എന്തായിരുന്നു, ഐ ബൈ എ ആണ്. അപ്പോൾ ഐ ബൈ എനെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ, ഇപ്പോൾ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ അറിയാത്തൊരു സംഭവത്തിൻ്റെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡി എസ് അല്ലെങ്കിൽ ഡി എ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റ് എടുത്തിട്ട് എൻറ്റയർ ഏരിയയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഐ ഇസ് ഈക്വൽ ടു ജെ ഇസ് ഈക്വൽ ടു ഐ ബൈ എ ആണ്. അപ്പോൾ കറണ്ട് എന്താണ്, കറണ്ട് എന്ന് പറയുന്നത് ജെ ഇൻറ്റു എ, അതായത് ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടെ പോകുന്ന കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ എന്താണോ ആ ഏരിയ, അത് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ യൂണിറ്ററി മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിൽ കൂടെ എത്രമാത്രം പാസ് ചെയ്യുന്നുണ്ട് ഇൻറ്റു എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടും, റൈറ്റ്. സോ ടോട്ടൽ ഏരിയ അറിയാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എസ് എടുത്തിട്ട് എൻറ്റയർ സർഫസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് വെർ ജെ ഇസ് ദ കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്തായിരുന്നു, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ. ഓൾസോ ദ ചാർജ് ഡെൻസിറ്റി ഈസ് ഗിവൻ ബൈ, ചാർജ് ഡെൻസിറ്റീനെ ഞാൻ റോ എന്ന് വിളിച്ചു. ഓക്കെ, ഈ റോയിനെയാണ് നമ്മൾ ചാർജ് ഡെൻസിറ്റി എന്ന് വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ റോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ ബൈ വി ആണ്. ഇഫ് ഐ ഹാവ് എ പെർട്ടിക്കുലർ വോളിയം വി, ദ ചാർജ് ഡെൻസിറ്റി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വോളിയം വി is equal to the charge that is present inside that volume, right? Charge that is present inside that volume ആണ് ചാർജ് ഡെൻസിറ്റി. സോ റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഔട്ട് ഓഫ് എ വോളിയം അതെന്താണ്, ഐ ആണ്, അല്ലേ. അതായത് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു വയർ ഉണ്ട് വിത്ത് പെർട്ടിക്കുലർ വോളിയം, ഇവിടെ ഇതിനൊരു വോളിയം ഉണ്ട്, ആ ഒരു വോളിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, എന്താണ്, ഇതാണെന്ന് നമുക്കറിയാം, അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ്, ദ കറണ്ട് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ എ വോളിയം is equal to minus of rate of change of charge, അല്ലേ. It is a decrease of rate of change of charge within the volume. അപ്പോൾ ചാർജ് വിത്തിൻ ദ വോളിയം നമുക്ക് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം, നമുക്കിവിടെ അറിയാം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. സോ ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക, ചാർജ് ഡെൻസിറ്റി, അതായത് യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ വോളിയം. ആൻഡ് നമുക്ക് എൻറ്റയർ വോളിയം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ക്യൂ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡി വി, റൈറ്റ്. ക്യൂ ഈക്വൽ ടു റോ ഇൻറ്റു ഡി വിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ചാർജ് ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ അൺനോൺ വോളിയം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അത് തന്നെയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. കറണ്ട് എന്തായിരുന്നു, ജെ ഡോട്ട് ഡി എസ് ആയിരുന്നു, ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, റൈറ്റ്. ചാർജ് എന്താണ്, റോ ഡി വി ആണ്.
അപ്പോൾ ഇതിനകത്ത് ഡി വി വോളിയം ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മുടെ വയറിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഇവിടെ ഒരു പെർട്ടിക്കുലർ വോളിയത്തിലുള്ള വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡി വി എന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആ ഡി വിക്ക് ചേഞ്ച് വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡി വി അങ്ങനെ തന്നെ എഴുതാം, നമുക്ക് ഡെറിവേറ്റീവിൻ്റെ കൂടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ചേഞ്ച് വരുന്നത് ഈ ചാർജ് ഡെൻസിറ്റിയിൽ മാത്രമാണ് അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ ടി ഓഫ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഡി വി. അപ്പോൾ അവിടെ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് എഴുതിയത്, കറണ്ട് എന്താണ് നമ്മൾ എഴുതി, ഐ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ്, അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ചാർജ് ഡെൻസിറ്റി റോ ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഫ്ലോയിങ് എന്തായിരുന്നു, റോ ഇൻറ്റു ഡി വി ആണ്, അതും നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി എന്ന് എഴുതി. കാരണം നമുക്കറിയാം വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈമിന് നമുക്ക് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമ്മൾ പഠിച്ച സംഭവത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നമുക്കൊരു ഡിറൈവ് ചെയ്ത് നമുക്കൊരു പെർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് എത്തണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തണം. ഞാനിവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല കാരണം ഇവിടെ ഒരു സർഫസ് ഇൻ്റഗ്രലാണ്, ഇവിടെ ഒരു വോളിയം ഇൻ്റഗ്രലാണ്. സോ എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ ഗോസ് ഡൈവർജൻസ് തിയറം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു സർഫസ് ഇൻ്റഗ്രലും വോളിയം ഇൻ്റഗ്രലും തമ്മിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗോസ് ഡൈവർജൻസ് തിയറം യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ സർഫസ് ഇൻ്റഗ്രലിനെ ഞാൻ വോളിയം ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ ചെയ്യാൻ. ഈ ഒരു സർഫസ് ഇൻ്റഗ്രലിനെ ഞാൻ വോളിയം ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഡിറൈവ് ചെയ്ത് എത്തിക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ. സോ വാട്ട് വി ഡിഡ് ഇസ് ദാറ്റ് ഈ ഒരു സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഒരു പെർട്ടിക്കുലർ വെക്ടറിൻ്റെ ഡൈവേർജൻസ് എടുക്കണം. ഡൈവേർജൻസ് എങ്ങനെ എടുക്കുക, ഡെല്ലിൻ്റെ ഒപ്പം ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവൻ്റെ വോളിയം ഇൻ്റഗ്രൽ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈ ഗോസ് ഡൈവേർജൻസ് തിയറം വി നോ ദാറ്റ് എ പെർട്ടിക്കുലർ വെക്ടേഴ്സ് ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെക്ടേഴ്സ് ഡൈവേർജൻസ്. അപ്പോൾ ആ ഡൈവേർജൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെക്ടർ കറണ്ട് ഡെൻസിറ്റിയുടെ ഡൈവേർജൻസിൻ്റെ വോളിയം ഇൻ്റഗ്രൽ എന്താണ്, മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഈ ഒരു ഡി വി അല്ലെങ്കിൽ ഇതെന്താണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡി വിയും ഇവിടെ രണ്ട് സൈഡിലും ഡി വി മാത്രമായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡി വിയും ക്യാൻസൽ ഔട്ട് ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽ ഡോട്ട് ജെ അല്ലെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് മൈനസ് ഡി റോ ബൈ ഡി ടി ആണ്. അതാണ് ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡി റോ ബൈ ഡോ റോ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ വോളിയം ഇസ് ഈക്വൽ ടു the rate of decrease of charge within the volume. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ അടുത്ത് മിക്കവാറും എക്സാംസിൽ ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നായിരിക്കും ചോദ്യം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം, ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് വി നോ ദാറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു ദ ചാർജ് ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദ ഏരിയം ത്രൂ വിച്ച് ഇറ്റ് ഇസ് ഫ്ലോയിങ്. ഓൾസോ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ രണ്ട് ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതി, ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി അത് എഴുതി. അത് കഴിഞ്ഞിട്ട് യൂസിങ് ഗോസ് ഡൈവേർജൻസ് തിയറം നമ്മൾ എന്ത് ചെയ്തു, ഈ സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് മാറ്റി. കാരണം നമുക്ക് വോളിയം ഇൻ്റഗ്രലിൻ്റെ ടേംസിൽ അല്ലെങ്കിൽ ഒരു വോളിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ടേംസിലാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മുടെ ഡെഫിനേഷൻ വരുന്നത്. സോ നമുക്ക് ആ ഒരു ടേംസിൽ നമ്മുടെ ഇക്വേഷനെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിനെ നമ്മൾ വോളിയം ഇൻ്റഗ്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻറ്റയർലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി വിയും ക്യാൻസൽ ഔട്ട് ആയി പോകും. ആൻഡ് ഫൈനലി വി ഗെറ്റ് del dot j plus dou rho by dot t is equal to 0. This is the equation of continuity. So equation of continuity derive ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എൻറ്റയർ തിങ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് നമ്മൾ കണ്ടു അല്ലേ, അതായത് ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മേജറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു സെക്ഷനാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓൾറൈറ്റ്, അത് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.
സോ ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നു, അതായത് എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സെക്ഷനാണ്, അതായത് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ കീ ക്വസ്റ്റ്യൻ. അതായത് വലിയൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രൂഫ് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഇൻ്റർപ്രിട്ടേഷൻസ് എന്താണെന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓൾറൈറ്റ്, സോ ഈ ഒരു ഭാഗം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ്. സോ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇക്വേഷൻസ് ഉണ്ട്. ആൻഡ് ഫൺ ഫാക്ടേഴ്സ്, ഇതൊന്നും മാക്സ്വെൽ ഫോർമുലേറ്റ് ചെയ്തതല്ല. He just made a lot of, he made some corrections and just explained it. That is why they are called as Maxwell's equations of electromagnetic theory. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിസത്തിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ ഫണ്ടമെൻറ്റൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന 4 ഇക്വേഷൻസ് ആണിത്. അതായത് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ, del dot b is equal to 0, del cross e is equal to minus db by dt, del cross h is equal to j plus del by del t of d. ഇതിനകത്ത് d എന്താണെന്നും റോ വി എന്താണെന്നും b എന്താണെന്നും e എന്താണെന്നൊക്കെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയും. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതേ സംഭവം തന്നെ എഴുതിയിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് റിക്വയർഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അതായത് ചോദിക്കുമ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഇതാണ്, ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് എഴുതാം. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഇൻ വിച്ച് ഇറ്റ് ഇസ് ബീങ് റിട്ടൺ എവറിവെയർ. ഓക്കെ, സോ ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷനിലേക്ക് കടന്നാൽ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഓർ ഇറ്റ് ഈസ് ബേസിക്കലി ഗോസ് ലോ. സോ 12th നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ നമുക്ക് എല്ലാവരും പഠിച്ചൊരു ലോ ആയിരിക്കും അല്ലേ, ഗോസ് ലോ. എന്താണ് ഗോസ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എൻക്ലോസ്ഡ് ചാർജ് ആണ്. ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇഫ് യു ഹാവ് എ ക്ലോസ്ഡ് സർഫേസ് വിച്ച് ഇസ് കോൾഡ് ആസ് അതായത് നിങ്ങൾക്കൊരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആ സർഫസിൽ എൻക്ലോസ് ആയിരിക്കുന്ന ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ് അല്ലേ. അതാണ് നമ്മുടെ ഗോസ് ലോ പറഞ്ഞത്. അതായത് ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, അതായത് ചാർജ് ഡെൻസിറ്റി. എന്തായിരുന്നു? റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. അപ്പോൾ നമ്മൾ ക്യൂ, അതായത് ചാർജ് എൻക്ലോസിന് നമ്മൾ എങ്ങനെയും കൂടി എഴുതിയിരുന്നു, റോ ഡി വി ഇട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നു. അതായത് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോളിയമാണ്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ സംഭവമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വോളിയമാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഒബ്വിയസ്ലി നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഡി വി എടുത്തിട്ട് എൻറ്റയർ വോളിയത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഒരു വോളിയത്തിൻ്റെ കേസുകളിൽ നമ്മൾ ക്യൂ എൻക്ലോസ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഒരു ഡി വി അല്ലെങ്കിൽ ക്യൂ ബൈ വി, അതായത് അതിൻ്റെ ചാർജ് ഡെൻസിറ്റീനെ നമ്മൾ റോ എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു ആ ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഓവർ ദി എൻറ്റയർ വോളിയം ഗിവ്സ് അസ് ദ ചാർജ്. അതായത് ബേസിക്കലി ഒന്നുമില്ല, റോ എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുള്ളൂ. നമ്മൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. So since rho is the charge density, we have integral E dot ds is equal to 1 by epsilon naught volume integral rho dv. ഇത് ശരിയല്ലേ? കാരണം എന്താണ്? ഈ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആണ്. ഈ ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ക്യൂവിനെ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു, റോ ഡി വി എന്ന് എഴുതിക്കൂടെ? അപ്പം ഞാൻ ആ റോ ഡി വി ക്യൂ എൻക്ലോസ്ഡിനെ മാറ്റിയിട്ട് ഞാൻ റോ ഡി വി എന്ന് എഴുതി. അപ്പോൾ റോ ഡി വി, അപ്പോൾ 1 ബൈ എപ്സിലോൺ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഈ എപ്സിലോൺ നോട്ടിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോയി. ആൻഡ് എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ ഞാൻ പുതുതായിട്ടൊരു പേര് വിളിച്ചു, അതായത് ഡി. ആ ക്വാണ്ടിറ്റീനെയാണ് ഞാൻ ഡി എന്ന് വിളിച്ചത്. ആൻഡ് ഡിൻ്റെ പേര് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു നൊട്ടേഷനാണ്. അതായത് സ്റ്റാൻഡേർഡ് ബുക്സിൽ ഡി എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതായത് എന്താണ് പറയുക, ഗോസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫുകളിലൊക്കെ ഡീൻ്റെ ഫോർമാറ്റിലാണ് ഫൈനൽ ആൻസർ വന്നേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
എപ്സിലോൺ നോട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് എപ്സിലോൺ നോട്ട് ഇൻറ്റു ഇ, അതായത് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എന്ത് വിളിച്ചു, ഡി എന്ന് വിളിച്ചു. ആൻഡ് ഇൻറ്റഗ്രൽ അപ്പോൾ എന്തായി, ഈ എപ്സിലോൺ നോട്ട് ഇനെ ഡി ആക്കി കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ ഡി വി. ക്ലിയർ ആണല്ലോ? നൗ ഇത് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓക്കെ വോളിയം ഇൻറ്റഗ്രൽ ഉണ്ട്, സർഫസ് ഇൻറ്റഗ്രൽ ഉണ്ട്. ഏത് ക്ലിയർ ആണ്? നമുക്കറിയാം ഒരെണ്ണം വോളിയം ഇൻറ്റഗ്രലും ഒരെണ്ണം സർഫസും വന്നു കഴിഞ്ഞാൽ there is nothing much we can do, right? So we convert surface integral into volume integral using what? Using Gauss divergence theorem. അപ്പോൾ നമുക്കറിയാം എന്ത്, ഒരു വെക്ടറിൻ്റെ സർഫസ് ഇൻറ്റഗ്രലിനെ നമുക്ക് എങ്ങനെ വോളിയം ഇൻറ്റഗ്രൽ ആക്കാം, ആ വെക്ടറിൻ്റെ ഡൈവർജൻസിൻ്റെ വോളിയം ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വെക്ടർ, റൈറ്റ്? അതാണ് നമ്മുടെ ഗോസ് ഡൈവർജൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് എന്ത് എഴുതാം, ഡൈവർജൻസ് ഓഫ് ഡി അതിൻ്റെ വോളിയം ഇൻറ്റഗ്രൽ ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, വോളിയം ഇൻറ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് ഡി വി ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റഗ്രൽ ഓഫ് റോ ഡി വി. എന്താണ്, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി വിയും ക്യാൻസൽ ആയി പോകും. ആൻഡ് വി ഗെറ്റ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ. ഈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചാർജിൻ്റെ ഡെൻസിറ്റിയാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യൂബിനകത്ത് ഇപ്പോൾ സപ്പോസ് ക്യൂബിനകത്ത് ഒരു പെർട്ടിക്കുലർ ചാർജ് ക്യൂ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ ബൈ എ ക്യൂബ്, കാരണം ഒരു ക്യൂബിൻ്റെ ക്യൂബിൻ്റെ വോളിയം എന്താണ്, എ ക്യൂബ് അല്ലേ. അപ്പോൾ ആ ഒരു എൻക്ലോസ്ഡ് ചാർജ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ക്യൂ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ 2 ക്യൂ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈ ഒരു എൻക്ലോസ്ഡ്, നമ്മുടെ ആവശ്യമുള്ള സർഫസിനകത്ത് ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചാർജിൻ്റെ മാത്രം ചാർജ് ഡെൻസിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. വി ആർ നോട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ചാർജ് ദാറ്റ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻ അവർ വോളിയം ദാറ്റ് വി ആർ ടേക്കിംഗ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് ന്യൂമറിക്കൽസ് ഒന്നും ചെയ്യാനായിട്ടുണ്ടാവില്ല. ഈ പ്രൂഫ് നമ്മൾ അങ്ങനെ പഠിച്ചു വയ്ക്കണം. നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്, ഫ്രം മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ് ലോ ആണ്. ഗോസ് ലോ നമ്മൾ എഴുതി, അതായത് ഇൻറ്റഗ്രൽ ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ എപ്സിലോൺ നോട്ട്. അത് കഴിഞ്ഞിട്ട് എൻക്ലോസ്ഡ് ചാർജിനെ നമ്മൾ വോളിയം ഇൻറ്റഗ്രലിൻ്റെ ടേംസിൽ എഴുതി, അതായത് ചാർജ് ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ടേം എപ്സിലോൺ നോട്ട് ഇനെ നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോസ് ഡൈവർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് സർഫസ് ഇൻറ്റഗ്രലിനെ വോളിയം ഇൻറ്റഗ്രലാക്കി കഴിഞ്ഞിട്ട് ഡി വിയും കട്ടായി പോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എൻക്ലോസ്ഡ്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ. ഓക്കെ, സോ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻസ് ഓഫ് മാക്സ്വെൽ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഇക്വേഷനിലേക്കാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സോ ആദ്യത്തെ ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് ലോ ആയിരുന്നു. ദർ ഇസ് another law in magnetostatics as well. That is, Gauss law is present in magnetostatics as well. That is, according to the Gauss law in magnetism, total magnetic flux emerging through a closed surface is 0. അത് നമുക്കറിയാം അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു മാഗ്നറ്റിക് സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിനൊരു നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സർഫസ് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ബാർ മാഗ്നറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് ഞാനൊരു ക്യൂബ് എടുക്കുകയാണ്. അതായത് ഞാനൊരു സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രമാണോ അതിന് പുറത്തോട്ട് പോകുന്നത് അത്രയും തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരും അല്ലേ. എത്രമാത്രം ഫീൽഡ് ലൈൻസ് ആണോ ആ ക്യൂബിന് പുറത്തോട്ട് വരുന്നത് അത്രമാത്രം ഫീൽഡ് ലൈൻസ് നമുക്ക് ഉള്ളിലേക്ക് വരികയും ചെയ്യും. ദാറ്റ് ഈസ് there is nothing stored in it. There is no charge or there is no field line stored in that particular volume. So that is what Gauss law in magnetism is also stating. That is, according to Gauss law of magnetism, the total magnetic flux emerging through a closed surface is 0, because whatever is entering is obviously leaving as well. So there is no net flux passing or net flux that is emerging through a particular surface when in case of magnetism. So closed surface integral b dot ds എന്താണ്, 0 ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്ത്, ഗോസ് ഡൈവർജൻസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർഫസ് ഇൻറ്റഗ്രലിനെ എന്താക്കി മാറ്റാം, വോളിയം ഇൻറ്റഗ്രലാക്കി മാറ്റാം, പ്രൊവൈഡഡ് ദാറ്റ് വി ടേക്ക് ദ ഡൈവർജൻസ് ഓഫ് ദ ഗിവൺ വെക്ടർ. സോ ഗോസ് ഡൈവർജൻസ് തിയറം എന്താണ്, നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടതാണ്. ഇഫ് വി ഹാവ് എ സർഫസ് ഇൻറ്റഗ്രൽ ആൻഡ് വി വോണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു വോളിയം ഇൻറ്റഗ്രൽ, ദെൻ വി യൂസ് or we take the divergence of the given vector and its volume integral is the one which we can change or use instead of that particular surface integral. So ഞാൻ സർഫസ് ഇൻറ്റഗ്രൽ വരെ വോളിയം ഇൻറ്റഗ്രൽ റീപ്ലേസ് ചെയ്തു ഗോസ് ഡൈവർജൻസ് തിയറം വെച്ചിട്ട്.
So we have del dot b dot dv യുടെ integral എന്ന് പറയുന്നത് 0 ആണ്, and integrate ചെയ്യുമ്പോൾ we have del dot b is equal to 0, and this is the Maxwell's second equation. വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രൂഫാണ്. എന്താണ് ആദ്യം നമുക്കറിയാം, according to Gauss law and magnetism we have integral b dot ds is equal to 0, and using Gauss divergence theorem we change this particular surface integral into a volume integral. Then after that we integrate it to get del dot b is equal to 0, and this is the Maxwell's equation. So ഇതിന്റെ significance അല്ലെങ്കിൽ ഇത് എന്താണ് ആക്ച്വലി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് എ സർഫസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ കേസിൽ ഒരു പെർട്ടിക്കുലർ സർഫസ് നമ്മളിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർഫസിൽ കൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എൻ്റർ ചെയ്തിട്ടുണ്ടോ അത്രയും തന്നെ ഫീൽഡ് ലൈൻസ് അതിലേക്ക് പുറത്തു പോവുകയും ചെയ്യും. ഓക്കെ, സോ നമ്പർ ഓഫ് അതാണ് ഞാൻ മറ്റേ ബാർ മാഗ്നറ്റിൻ്റെ ഒപ്പം ഒരു സർഫസ് എടുത്തിട്ട് പറഞ്ഞത്. സോ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് എൻറ്ററിങ് എ സർഫസ് ഈക്വൽ ടു നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലീവിങ്. സോ ഇത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പറയാനാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു മോണോപോൾ, ഇപ്പോൾ ചാർജിൻ്റെ കേസിൽ എന്തുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇവിടുന്നാണ്, അതായത് ഇവിടെ ഒരു പ്ലസ് പോസിറ്റീവ് ക്യൂ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും അല്ലേ, അതായത് ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് നമുക്കിത് ഈ ഒരു കേസിൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഇവിടുന്ന് തുടങ്ങുകയാണെന്നോ അവസാനിക്കുകയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾവേസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ്. സോ അതിൻ്റെ ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് നോ മോണോപോൾ എക്സിസ്റ്റിംഗ് ഇൻ കേസ് ഓഫ് മാഗ്നറ്റ്സ്. സോ ആ ഒരു പെർട്ടിക്കുലർ ഐഡിയനെ സോളിഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഐഡിയനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുന്നതാണ് മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷൻ. സോ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് അറിഞ്ഞിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് തേർഡ് ലോ ആണ്. സോ അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു, ആദ്യത്തെ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലാണ്, അത് 0 ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഫാരഡേസ് ലോ ആണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു മാക്സ്വെൽ അല്ല ഇത് പ്രപ്പോസ് ചെയ്തത്, ബാക്കിയുള്ള ആളുകൾ പ്രപ്പോസ് ചെയ്ത സംഭവത്തിനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളത് മാത്രമാണ് മാക്സ്വെൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഇസ് ബേസിക്കലി ഫാരഡേസ് ലോ. ഫാരഡേസ് ലോനെ കുറിച്ച് നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്നതാണ് അല്ലേ. അതായത് ഇവിടെ എന്താണ് ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്, ആ സർക്കുലർ ലൂപ്പിന് അലോങ് ആയിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് ആ സർക്കുലർ ലൂപ്പിന് എന്താണ് ഒരു കറണ്ട് ജനറേറ്റ് ആവുന്നുണ്ട്, അതിന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ഈ പറഞ്ഞ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റിങ്ങിനകത്ത് ഇൻഡ്യൂസ് ആവുന്ന EMF, ഇൻഡ്യൂസ് ആവുന്ന ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -dφ/dt ആണ്. ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ φ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ ഇ എന്ന് പറയുന്നത് എന്താണ്, -dφ/dt ആണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, എന്ത്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്വിയസ്ലി ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണ്, വർക്ക് ഡൺ ആണ്. ഇന്റഗ്രൽ E.dl എന്താണ്, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ്, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം 1 point to infinity, റൈറ്റ്. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കായിരുന്നു നമ്മുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി EMF only na. EMF is work done and it is same as potential. So E എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ E.dl എന്നും കൂടി എഴുതാം. V എന്ന് പറയുന്നത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനോട് ഈക്വൽ ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഇനെ നമ്മൾ എന്ത് എഴുതി, ഇന്റഗ്രൽ E.dl എന്ന് എഴുതി. ആൻഡ് നമുക്ക് വേറൊരു കാര്യം അറിയാം, φ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എന്താണ് ഫീൽഡ് അത് ഇൻറ്റു ഏരിയ ആണ് അല്ലേ. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ φ എന്ന് പറയുന്നത് എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു അത് പാസ് ചെയ്യുന്ന ഏരിയ. ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അത് പാസ് ചെയ്യുന്ന ഏരിയ, അതാണ് ഫ്ലക്സ് അല്ലേ. ഫ്ലക്സ് ഓഫ് എ പെർട്ടിക്കുലർ തിങ് എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ഇൻറ്റു എ പെർട്ടിക്കുലർ ഏരിയ ത്രൂ വിച്ച് ഇറ്റ് ഇസ് പാസിങ് ത്രൂ. സോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ് സർഫസ് ഇന്റഗ്രൽ ഓഫ് B.ds. കാരണം ഞാനിപ്പോൾ സ്ക്വയറോ അല്ലെങ്കിൽ സർക്കിളോ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഇങ്ങനത്തെ റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ ഞാൻ എന്താ ചെയ്യുക, ds എടുത്തിട്ട് എൻറ്റയർ ഏരിയയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. സോ നമുക്കറിയാം പൊട്ടൻഷ്യലിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ E.dl എന്ന് എഴുതാം. അതുപോലെ തന്നെ
ഫ്ലക്സിനെ നമുക്ക് മാറ്റിയിട്ട് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ, ഇന് പകരം ഞാൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എഴുതി, മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഫൈന് പകരം ഞാൻ എന്ത് എഴുതി? ബി ഡോട്ട് ഡി എസ് എഴുതി. ഫൈന് പകരം ഞാൻ ബി ഡോട്ട് ഡി എസ് എഴുതി. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ കാണുന്നത്? ഓക്കെ, ഒരു ലൈൻ ഇൻ്റഗ്രൽ ഉണ്ട്, ഒരു സർഫസ് ഇൻ്റഗ്രൽ ഉണ്ട്. സോ ഒരു ലൈൻ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് തിയറായിരുന്നു യൂസ് ചെയ്യുക? സ്റ്റോക്സ് തിയറം, റൈറ്റ്? നമുക്ക് സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കാനായിട്ട് നമ്മൾ ഏത് തിയറം യൂസ് ചെയ്യുക? ഡൈവേർജൻസ് തിയറം. ആൻഡ് ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യേണ്ടി വരിക? സ്റ്റോക്സ് തിയറം. സോ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ മാറ്റിയിട്ട് ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ കേൾ ഓഫ് ദാറ്റ് വെക്ടർ ഡോട്ട് ഡി എസ്. കാരണം അതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം അല്ലേ? അതായത് ഒരു ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കാൻ ആ ഒരു പെർട്ടിക്കുലർ വെക്ടറിൻ്റെ കേളിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ എടുത്താൽ മതി. സോ സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഈ കേൾ ഓഫ് ഇ ഡി എസ് ഇസ് ഈക്വൽ ടു മൈനസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ബി ഡോട്ട് ഡി എസ്. ഈ ഇതിന് മാത്രമാണ് നമ്മൾ മാറ്റി, ഇതിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റി. അടുത്ത എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? ഈ സംഭവത്തിന് നമ്മൾ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. സോ വി ഹാവ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് കേൾ ഓഫ് ഡി എസ് പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടും എന്താണ്? ഒരേ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രലാണ്. രണ്ടിൻ്റെയും ഇൻ്റഗ്രൻറ്റും സെയിം, ഐ മീൻ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ സെയിം ആണ്. സോ വി ക്യാൻ കമ്പൈൻ ബോത്ത് ദോസ്, റൈറ്റ്? സോ നമുക്കിത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ കേൾ ഓഫ് ഇ ഡോട്ട് ഡി എസ് പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഡി എസ് കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 0. ആൻഡ് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ വാട്ട് വി ഫൈനലി ഗെറ്റ് ഇസ് ഡെൽ ക്രോസ് ഇ പ്ലസ് ഡോ ബൈ ഡോ ടി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0. കാരണം ഡി എസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് വരും. ആ ഒരു എസ് അടിയിലേക്ക് പോകുമ്പോൾ, ഐ മീൻ ആർ എച്ച് എസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 ഓൺലി. സോ we get del cross E plus dou by dou T of B is equal to 0. അല്ലാന്നുണ്ടെങ്കിൽ del cross E is equal to minus dou B by dou T. അത് തന്നെയായിരുന്നു നമ്മുടെ എന്ത്? നമ്മുടെ ഫാരഡേസ് ലോ ആസ് വെൽ, റൈറ്റ്? സോ ദാറ്റ് ഈസ് എ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ. സോ നമ്മൾ എന്താണ് ചെയ്തത്? വി ഹാഡ് the induced EMF when a magnetic flux is changing in a particular area is equal to E is equal to minus d5 by dt. നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇ ഡോട്ട് ഡി എൽ ആണ്, അത് നമ്മൾ എഴുതി. അതുപോലെ തന്നെ ഫൈ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിനെയും ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലക്സിനെയും നമ്മൾ ഈ രണ്ട് സംഭവങ്ങളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യൂസിങ് സ്റ്റോക്സ് തിയറം വി കൺവേർട്ടഡ് ദിസ് line integral into a surface integral, and on integrating we get del cross E is equal to minus dou B by dou T, and this is the third Maxwell's equation. So ആദ്യത്തെ Maxwell's equation എന്തായിരുന്നു? ചാർജ് ഡെൻസിറ്റിനെ കുറിച്ചായിരുന്നു. അതായത് ഡെൽ ഡോട്ട് ഡി ഈസ് ഇക്വൽ ടു റോ എൻക്ലോസ് അല്ലെങ്കിൽ ചാർജ് എൻക്ലോസിനെ കുറിച്ചായിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു? മാഗ്നറ്റിസത്തിൻ്റെ ഗോസ് ലോ ആയിരുന്നു. അതായത് മോണോപോളിൻ്റെ നോൺ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു 0 ആയിരുന്നു. ആൻഡ് തേർഡ് ഇസ് ഫാരഡേസ് ലോ, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈസ് ഇക്വൽ ടു മൈനസ് ഡോ ബി ബൈ dou T. So I think that is pretty much clear. So coming to Maxwell's fourth equation, നമുക്കറിയാം അല്ലേ? അതായത് അടുത്തെന്ന് പറഞ്ഞാൽ ആംപിയേഴ്സ് സർക്യൂട്ട് ലോ ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി മോഡിഫിക്കേഷൻ ഓഫ് ആംപിയേഴ്സ് ലോ. അതായത് ആംപിയേഴ്സ് ലോന് ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അതായത് ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകൾ വരുമ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ആംപിയേഴ്സ് ലോ കിട്ടുന്നതായിരുന്നില്ല നമുക്ക് മ്യൂനോട്ട് ഐൻ്റെ വാല്യൂ വന്നിരുന്നത്. ഓക്കെ, അതായത് കറണ്ടിന് വ്യത്യാസങ്ങൾ വന്നിരുന്നു. So ചെറിയ ചെറിയ modifications has to be made into Ampere's circuit law, which states initially നമ്മുടെ Ampere's circuit law ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എ പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ടൈംസ് ഐ. അതായത് എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന അതിൻ്റെ ഒരു ലൂപ്പ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി എൽ ലെങ്ത് എൻറ്റയർ ഇതിനേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് നമ്മൾ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപിയർ സർക്യൂട്ടിലോ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഐ കറണ്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വയറിൽ കൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംപിയർ സർക്യൂട്ടിലോ യൂസ് ചെയ്തിരുന്നത്. സോ അത് മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ആവുമ്പോൾ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സംഭവം വാലിഡ് അല്ല നമുക്ക് മനസ്സിലായി. സോ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നായിരുന്നു ഇനീഷ്യലി നമ്മുടെ ആംപിയർ സർക്യൂട്ട് ലോ സ്റ്റേറ്റ് ചെയ്തിരുന്നത്.
പിന്നെ നമുക്കറിയാം എന്ത് നമ്മുടെ ബി എന്ന് പറയുന്നത് എന്താണ് μ0 ടൈംസ് എച്ച് ആയിരുന്നു അല്ലേ. അതായത് നമ്മുടെ എന്താണ് മാഗ്നറ്റിസത്തിൻ്റെ ലെക്ചേഴ്സിൽ നമ്മൾ കണ്ടൊരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ കണ്ടൊരു റിലേഷൻസ് ആയിരുന്നു ബി ഈസ് ഇക്വൽ μ0 ടൈംസ് എച്ച്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ഈ ബി ബൈ μ0നെ ഞാൻ എച്ച് എന്ന് എഴുതി ഫോർ ദ സേക്ക് ഓഫ് ഡെറിവേഷൻ ഞാൻ ബി ബൈ μ0നെ എച്ച് എന്ന് എഴുതി. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ μ0 ഞാൻ അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി ഗെറ്റ് ഇൻറ്റഗ്രൽ ബി ബൈ μ0 അടിയിലുണ്ട് ആൻഡ് ബി ബൈ μ0നെ ഞാൻ എച്ച് എന്ന് വിളിച്ചു. സോ വി ഹാവ് ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഐ. നമുക്കറിയാവുന്ന വേറൊരു കാര്യം എന്താണ്, കറണ്ട് പാസിംഗ് ത്രൂ ആൻ ഏരിയ ഇസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കറണ്ട് ഡെൻസിറ്റി ഇൻ ടു ദ ഏരിയ ത്രൂ വിച്ച് ഇറ്റ് ഇസ് പാസിംഗ്, റൈറ്റ്. അതായത് നമ്മൾ ഇനീഷ്യലി നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ഇവിടെ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻഡ് ഇഫ് ദിസ് ഇസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ, ദ current that is passing through it is equal to integral current density of that particular current into the area through which it is passing, right? So ഞാൻ ഈ ഐനെ എന്ത് വെച്ച് റിപ്ലേസ് ചെയ്തു, ഇൻറ്റഗ്രൽ ജെ ഡോട്ട് ഡി എസ് വെച്ചിട്ട് ഞാൻ ഈ ഐനെ റിപ്ലേസ് ചെയ്തു. സോ വി ഹാവ് ഇൻറ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ക്ലോസ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. അപ്പോൾ വൺസ് അഗെയിൻ നമ്മുടെ കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്സ് തിയറം ഡൈവേർജൻസ് തിയറം നമുക്ക് എല്ലായിടത്തും യൂസ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. സോ വി ഹാവ് ലൈൻ ഇൻറ്റഗ്രൽ ഉണ്ട്, സർഫസ് ഇൻറ്റഗ്രൽ ഉണ്ട്. കണ്ടു എന്താണ് നമുക്കറിയാവുന്ന കാര്യം, ഓക്കെ വി ഹാവ് ടു യൂസ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ എന്താവും, അതിൻ്റെ കേളിൻ്റെ സർഫസ് ഇൻറ്റഗ്രൽ ആയിട്ട് മാറും. സോ വി ഗെറ്റ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് കേൾ ഓഫ് എച്ച് ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജെ ഡോട്ട് ഡി എസ്. ഓൾ റൈറ്റ്. സോ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഡി എസും ക്യാൻസൽ ഔട്ട് ആയി പോയിട്ട് വി ഗെറ്റ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടും. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷനിൽ നമ്മൾ എത്തും. ദിസ് ഫോം ഓഫ് ആംപിയർ സർക്യൂട്ടല്ലോ നമ്മൾ എന്തെടുത്തിട്ടാണ്, നമ്മളിതാ ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂനോട്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ എടുത്തിട്ടാണ്, അതായത് ഇനീഷ്യൽ ഫോം ഓഫ് ആംപിയർ സർക്യൂട്ടല്ലോ എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ. ബട്ട് as I said in the initial derivation, when we started the derivation, this particular thing is not valid when we have a time varying magnetic field. So this form of Ampere circuit law is valid only in steady magnetic fields. For time varying conditions, there has to be a lot of changes that is to be brought in this particular equation. So time varying ആയിട്ട് നമുക്ക്, അതായത് ഒരു സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ആക്സെപ്റ്റബിൾ ആയിട്ട് വരുള്ളൂ. ടൈം വേരിയിങ് ആണെന്നെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് എന്താണ് മാറ്റങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂഫ് പ്രൊസീഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുത്തു. വി ക്യാൻ ടേക്ക് ഡൈവേർജൻസ് ആൻഡ് ബോത്ത് സൈഡ്സ് ബിക്കോസ് ദർ ഇസ് നോ നെറ്റ് ചേഞ്ച് ഇൻ ദിസ്, റൈറ്റ്. നമ്മൾ രണ്ട് സൈഡിലും ഡൈവേർജൻസ് എടുത്തു. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അടുത്തത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ്, ദാറ്റ് ഇസ് ദ ഡൈവേർജൻസ് ഓഫ് കേൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് ചിലപ്പോൾ അടുത്ത പോയിന്റ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇത് സീറോ ആയി, നമുക്ക് മനസ്സിലാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. ഇതൊരു ലോ ആണ്, അല്ലെങ്കിൽ ഒരു ഇറ്റ് ഇസ് taken like that only. Usual conditions il anganeyanadu. It is like that. Adayathu divergence of curl of any vector is zero under general conditions. Divergence inde ഏതെങ്കിലും ഒരു കേളിൻ്റെ ഡൈവേർജൻസിൻ്റെ വാല്യൂ സീറോ ആണ് യൂഷ്വലി. അതായത് ജനറൽ അതിന് പറയുന്നൊരു കണ്ടീഷനൊക്കെ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദെയർ ടു ബി സ്റ്റഡീഡ് ഫോർ എസ്. ഓക്കെ, അതായത് നമുക്ക് ഡെറിവേഷൻ എഴുതുമ്പോൾ ഈ ഒരു പോയിന്റ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് അണ്ടർ ജനറൽ കണ്ടീഷൻസ് ദ ഡൈവേർജൻസ് ഓഫ് എനി കേൾ ഓഫ് എ വെക്ടർ ഇസ് ഈക്വൽ ടു സീറോ. ഒരു കേളിൻ്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് സീറോ ആണ് ജനറൽ കണ്ടീഷൻസ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ചാൽ മതി. അതായത് ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു ഡെല്ലിനും എച്ചിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും അല്ലേ. ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിനും ബിയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും നമുക്ക് കിട്ടുക, റൈറ്റ്. ആൻഡ് അപ്പോൾ ഡെല്ലും ആ ഒരു വെക്ടറും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്, സീറോ ആണ്. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിചാരിക്കാം. പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. Divergence of any curl is zero under general conditions. That is the statement that you have to write whenever you are trying to write the proof of this particular Maxwell's fourth equation. So del dot j എന്ന് പറയുന്നത് എന്താണ്, സീറോ ആയിട്ട് കിട്ടും. കാരണം എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ എൻറ്റയർ ടേം നമുക്ക് സീറോ ആയി പോയി, റൈറ്റ്. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്തായിരുന്നു, ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സീറോ എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്തായിട്ട് മാറും, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഡെൽ ഡോട്ട് ജെ ഈക്വൽ ടു മൈനസ് ഡോ റോ ബൈ ഡോ ടി. സോ ഇഫ് ദിസ് പെർട്ടിക്കുലർ തിങ് ഇസ് സീറോ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മൈനസ് ഡോ റോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു സീറോ. പക്ഷേ ഇതൊരിക്കലും പോസിബിൾ അല്ലല്ലോ. അതായത് നമ്മൾ പറയുന്നുണ്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ആണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്നുണ്ട്.
അപ്പോൾ ഒബ്വിയസ്ലി മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർഫസിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചാർജിൻ്റെ ഡെൻസിറ്റി ഒരിക്കലും കോൺസ്റ്റൻ്റ് ആവാൻ പറ്റില്ലല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് വേരി ആവുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ചാർജ് ഒരു പെർട്ടിക്കുലർ വോളിയത്തിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർഫസിൽ അല്ലെങ്കിൽ ഒരു വോളിയത്തിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ചാർജിൻ്റെ ഡെൻസിറ്റി ഇറ്റ്സ് നോട്ട് ഗോൺ ബി കോൺസ്റ്റന്റ്, ഇറ്റ്സ് ഗോയിങ് ടു വേരി അക്കോർഡിംഗ് ടു ടൈം. ആ ഒരു ചാർജ് ഡെൻസിറ്റി ഈസ് ഗോയിങ് ടു വേരി അക്കോർഡിംഗ് ടു ടൈം. സോ this particular conclusion that we have arrived is not true. It is not possible. It's not realistic. So we must make changes to the initial equation itself. അതായത് ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളില്ല. നേരെ മറിച്ച് we have to alter this particular equation itself. So we must make changes to the initial equation itself for time varying magnetic field. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ക്വാണ്ടിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് JD. ഇറ്റ്സ് നോട്ട് JD എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ക്വാണ്ടിറ്റീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ആ പുതിയ ക്വാണ്ടിറ്റിയുടെ പേര് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് പുതിയ ന്യൂ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡെൻസിറ്റി. ദ ന്യൂ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ഈസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ഡെൻസിറ്റി. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക? ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ എന്നായിരുന്നു ആദ്യം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ന്യൂ ടേമും കൂടി നമ്മൾ ആഡ് ചെയ്തു. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ഇൻ അവർ ബോക്സ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോക്കി വയ്ക്കുക. അടുത്ത പ്രൊസീഡിങ്സ് നമുക്ക് ഇതൊരു ലെങ്തി പ്രൂഫാണ് ആൻഡ് യൂഷ്വലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ചോദിക്കുക. ആൻഡ് അടുത്തൊരു കേസ് വരുന്നുണ്ട്, അതായത് വിൽ ഹാവ് ടു പ്രൂവ് ഫോർ ദ മാക്സ്വെൽസ് ഇക്വേഷൻ ആൻഡ് ഇൻ ക്വസ്റ്റ്യൻസ് ദേ വിൽ ആസ്ക് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഡെറിവേഷൻ ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാം. അതായത് നമുക്ക് ചിലപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ ആദ്യം പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം നമുക്ക് ചിലപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഡയറക്റ്റായിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വരും. ചില സമയങ്ങളിൽ അവർ ജസ്റ്റ് വെലോസിറ്റിയുടെ സംഭവം പ്രൂവ് ചെയ്യാൻ പറയും, സ്റ്റാർട്ടിങ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്കിത് അറിഞ്ഞിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ 4 ഡെറിവേഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ 5 ഡെറിവേഷൻസ് തന്നെ പഠിക്കാനുള്ളൂ. ലിറ്ററലി 4 നമ്മുടെ മാക്സ്വെൽസ് 4 ഇക്വേഷൻ്റെ ഡെറിവേഷനും അതുപോലെ തന്നെ ഒരു വെലോസിറ്റിയുടെ ഡെറിവേഷൻ, അത് മാത്രമേ തന്നെയുള്ളൂ. ഓൾറൈറ്റ്, സോ നമ്മളെവിടെ നിർത്തിയത്? ഇവിടെ നമ്മളിത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എച്ച് ഇസിക്കൽ ടു ജെ പ്ലസ് ജെ ഡി എന്നുള്ളത് നമ്മളവിടെ എടുത്തു വയ്ക്കാം. ഇനി എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൻ്റെ 2 സൈഡിൽ എന്ത് ചെയ്തു? നമ്മൾ ഡൈവേർജൻസ് എടുത്തു. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ 2 LHSലും അതുപോലെ തന്നെ RHSലും ഡൈവേർജൻസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈവേർജൻസ് ഓഫ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് ജെ പ്ലസ് ഡൈവേർജൻസ് ഓഫ് ഡി. ഒബ്വിയസ്ലി സോ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് എന്താണ്? അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേളിൻ്റെ ഡൈവേർജൻസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. റൈറ്റ്, ഏതെങ്കിലും ഒരു കേളിൻ്റെ ഡൈവേർജൻസിൻ്റെ വാല്യൂ 0 ആണ്. സോ വി ഹാവ് 0 ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡെൽ ഡോട്ട് ജെ ഡി. സോ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ കംസ് ഔട്ട് ടു ബി ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ. ഈ എന്താണ് മൈനസ് ഡെൽ ഡോട്ട് ജെ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? ഡെൽ ഡോട്ട് ജെ നമുക്ക് എന്താണ് വന്നിരുന്നത്? ഡെൽ ഡോട്ട് ജെ ഇവിടെ കിട്ടിയിരുന്നല്ലോ. ഡെൽ ഡോട്ട് ജെ നമുക്ക് എന്താണെന്നറിയാം? ഫ്രം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മൈനസ് ഡോ റോ ബൈ ഡോ ടി ആണ് അല്ലേ? അപ്പോൾ മൈനസ് ഡെൽ ഡോട്ട് ജെ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഡോ റോ ബൈ ഡോ ടി ആയിരിക്കും. റൈറ്റ്, സോ വി ഹാവ് ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇക്വേഷനകത്ത് നമ്മൾ ജെ ഡി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂ ടേം ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 സൈഡും ഡൈവേർജൻസ് എടുത്തു. നമുക്കറിയാം ഡൈവേർജൻസ് ഓഫ് എ കേൾ ഇസ് 0. സോ വി ഹാവ് ഡെൽ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ജെ ഡി. നമ്മൾ ഇതിനടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ വി ഗെറ്റ് ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഡോട്ട് ജെ. ആൻഡ് മൈനസ് ഡെൽ ഡോട്ട് ജെ എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ പ്രകാരം ഡെൽ ഡോട്ട് ജെ പ്ലസ് ഡോ റോ ബൈ ഡോ ടി ആണ് 0 എന്ന് പറയുന്നത്. സോ മൈനസ് ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് എന്താണ്? ഡോ റോ ബൈ ഡോ ടി ആണ്. സോ വി ഹാവ് ഡെൽ ഡോട്ട് ജെ ഡി ഇസ് ഈക്വൽ ടു ഡോ റോ ബൈ ഡോ ടി. ഓക്കെ, ക്ലിയർ റൈറ്റ്? അപ്പോൾ ഇവിടെ എത്തി നമുക്ക് ബേസിക്കലി ഇവിടെ ജെ ഡി നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ആദ്യം തന്നെ കണ്ടിരുന്നതാ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ സംഭവമാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് എത്തുകയാണ് വേണ്ടത്. സോ നമുക്ക് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം, അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ഡിയുടെ വാല്യൂ ആക്ച്വലി ഇതിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ജെ ഡിയുടെ വാല്യൂ കിട്ടിയാലേ എന്താണ് ആക്ച്വൽ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്, സോ അതുകൊണ്ടാണ് നമ്മൾ ജെ ഡി കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഡെൽ ഡോട്ട് ജെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡോ റോ ബൈ ഡോ ടി ആണ്. ആൻഡ് നമുക്കറിയാം മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ഡി ആണ് എന്ത്? റോ എന്ന് പറയുന്നത് അല്ലേ? ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നതാണ് റോ എൻക്ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഞാൻ ഈ റോയിനെ del dot d വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ദ ഇക്വേഷൻ ബിക്കംസ് del dot jd is equal to dou by dou t of del dot t. del dot jd is equal to dou by dou t of del dot t. കാരണം ഞാൻ ഈ റോയിനെ del dot d വെച്ച് റീപ്ലേസ് ചെയ്തു. സോ del നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ we get
ജെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ ടി ഓഫ് ഡി ആയിട്ട് നമുക്ക് കിട്ടി. ജെ ഡിയുടെ വാല്യൂ ഡോ ബൈ ഡോ ടി ഓഫ് ഡി ആണ്. സോ ദിസ് ഇസ് പെർട്ടിക്കുലർ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3നെ നമ്മൾ എവിടെ ഇട്ട് കൊടുക്കുക? ഇതായിരുന്നു നമ്മുടെ ജെ ഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ദിസ് ഇസ് ദ മാക്സ്വെൽസ് ഫോർത്ത് ഇക്വേഷൻ. മാക്സ്വെലിൻ്റെ ഫോർത്ത് ഇക്വേഷൻ എന്താണ്? ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ 4 മാക്സ്വെൽസ് ഇക്വേഷൻ്റെയും ഡെറിവേഷൻ നമ്മൾ കണ്ടു. ഫോർത്ത് ഇക്വേഷൻ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തി ഡെറിവേഷൻ ആണ്. സോ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ആൻഡ് സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ തിങ്. ഇറ്റ്സ് ഗോണ ബി ക്ലിയർ വൺസ് യു ജസ്റ്റ് ഗോ ത്രൂ ദിസ് പെർട്ടിക്കുലർ PDF. ഓക്കെ, ആൻഡ് നമ്മൾ ഈ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരെന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി അല്ലേ? സോ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി അപ്പോൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇറ്റ് ഈസ് റിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എച്ച് അല്ലേ? അതായത് ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എപ്സിലോൺ നോട്ട് ഇ ആയിരുന്നില്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുകയാണ് ബേസിക്കലി നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടേം ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി റിലേറ്റ്സ് ദ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇ to the magnetic field vector H. It results in the unification of electric and magnetic fields. Okay, this is an important statement that has to be written whenever we are writing the proof. Okay, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ രണ്ടാളും മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതിനെയൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടിയത് ഇറ്റ് ഈസ് യൂസിങ് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി. ഓൾ റൈറ്റ്, സോ ആ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ 4 ഇക്വേഷൻ്റെയും ഡെറിവേഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി എന്താണ് ഈ ആക്ച്വലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്? ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് നമ്മൾ പറയുന്ന സംഭവം ആക്ച്വലി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. It is termed current only due to the fact that it produces a magnetic field. It has no other properties of current since it's not linked with the motion of a charge. അതായത് സാധാരണ നമ്മൾ കറണ്ട് എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് സ്കേലാർ ആയിട്ടുള്ള ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടക്ടറിലൂടെയാണ് പാസ് ചെയ്യുക. ഓൾ ദോസ് പ്രോപ്പർട്ടീസ് ദാറ്റ് വി യൂഷ്വലി ഡിഫൈൻ ഫോർ കറണ്ട് ഇസ് നോട്ട് വാലിഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ തിങ് കോൾഡ് ആസ് കണ്ടക്ഷൻ കറണ്ട്, ഐ മീൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. It is just called current due to the fact that that it produces a magnetic field. കാരണം നമുക്കറിയാം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് നമ്മൾ എന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നതാ? ഈ ഒരു ഫാക്ടർ അല്ലേ? സോ ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മാത്രമാണ് അതിനെ ഒരു കറണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ചാർജിൻ്റെയോ അല്ലെങ്കിൽ സാധാരണ കറണ്ടിനെയോ കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു സിമിലാരിറ്റീസും ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു ഡെൽ ഡി ബൈ ഡെൽ ടി. നമ്മൾ നേരത്തെ കണ്ടു ജെ ഡി എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി, ആൻഡ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽ ഡി ബൈ ഡെൽ ടി ആണ്. ആൻഡ് ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ടു മേക്ക് ദ ടോട്ടൽ കറണ്ട് കണ്ടിന്യൂസ് അക്രോസ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ കണ്ടക്ഷൻ കറണ്ട്. സോ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12th തന്നെ പഠിച്ചിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ കേസാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എ കപ്പാസിറ്റർ ഹിയർ, ഒബ്വിയസ്ലി അതിനകത്തൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു EMF ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കറണ്ട് ദാറ്റ് ഇസ് ഫ്ലോയിങ് ഇൻ ദിസ് സർക്യൂട്ട്. സോ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു മീഡിയം ഉണ്ട്, റൈറ്റ്? സോ അതിൽ കൂടെ എന്തായാലും ഒബ്വിയസ്ലി കറണ്ട് പോവില്ല, ബിക്കോസ് കറണ്ടിന് വേണ്ടത് ഒരു കണ്ടക്ടറാണ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. സോ ഈ വാക്യൂം അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ദർ ഇസ് എ ഗ്യാപ്പ് ഓർ ദർ ഇസ് എ ബ്രേക്ക് ഇൻ ദ സർക്യൂട്ട്. സോ ആ ഒരു ബ്രേക്കിനെ എന്താ പറയുക, ബാലൻസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ വരുന്ന ടൈം വേരിയിങ് ആയിട്ടുള്ള ഫീൽഡ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻസ് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ കറണ്ട് ജനറേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ കറണ്ട് ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ആൻഡ് ആ കറണ്ട് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂറ്റി വന്നിരിക്കുന്നത് കറണ്ടിൽ. സോ ദാറ്റ് ഈസ് ഇറ്റ് സെർവ്സ് ദ പർപ്പസ് ടു മേക്ക് ദ ടോട്ടൽ കറണ്ട് കണ്ടിന്യൂസ് അക്രോസ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ കണ്ടക്ഷൻ കറണ്ട്. കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സാധാരണ കണ്ടക്ടേഴ്സ് കൂടെ പാസ് ചെയ്യും. അതായത് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സോ വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റ് ആവുന്ന കറണ്ടിനെയാണ് നമ്മൾ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുക. ആ ഒരു കണ്ടക്ഷൻ കറണ്ടിൻ്റെ പാത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ വരുന്ന ബ്രേക്കുകളുടെ സമയത്ത് ഇഫ് വി വാണ്ട് ടു ബി കണ്ടിന്യൂസ്, ആ ഒരു കണ്ടിന്യൂറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. So what is displacement current? It serves the purpose to make total continuous current, and magnitude is equal to del D by del T.
So what are the differences between displacement current and conduction current? Conduction current എന്ന് പറഞ്ഞാൽ എന്താണ്? dq by dt ആണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് നമ്മൾ പറഞ്ഞിരുന്നു I is equal to q by t എങ്ങനെയാണ് വന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ വയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ ഇഫ് സപ്പോസ് q ചാർജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ q ചാർജിന് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടക്ടറിനെ എത്ര സമയം കൊണ്ട് കവർ ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് എ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വയർ നമ്മൾ പറഞ്ഞിരുന്നു. സോ I is equal to dq by dt ആണ്. വേറാസ് കണ്ടക്ഷൻ കറണ്ട് is equal to del d by del t. അതായത് ഇത് ചാർജിൻ്റെ വേരിയേഷൻ, ഇതിനകത്ത് ഫീൽഡ് മാറുന്നതിനനുസരിച്ചുള്ള വേരിയേഷനിലാണ് ഈ ഒരു പെർട്ടിക്കുലർ സംഭവം വരുന്നത്, അല്ലെങ്കിൽ ജെ ഡിയുടെ അല്ലെങ്കിൽ കണ്ടക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ജനറേറ്റ് ആവുന്നത്. ഓൾറൈറ്റ്, ഓൾവേസ് സീറോ ഇൻ വാക്യൂം. അതായത് അതാണ് ബ്രേക്കിംഗ് ഓഫ് എ സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവിടെ വാക്യൂം ആയതുകൊണ്ടാണ്. ദർ ഇസ് നോ മീഡിയം ഫോർ കറണ്ട് ടു ട്രാവൽ. സോ അങ്ങനത്തെ കണ്ടീഷനുകളിൽ കണ്ടക്ഷൻ കറണ്ടിൻ്റെ വാല്യൂ സീറോ ആണ് ആൻഡ് ഹാവ് ഫൈനൈറ്റ് വാല്യൂ ഇൻ വാക്യൂം ആസ് വെൽ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ കേസിൽ ഹാവ് ഫൈനൈറ്റ് വാല്യൂ ഇൻ വാക്യൂം. ഇൻ എ ടൈം ഡിപ്പെൻഡൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് സ്റ്റേസ് ഇൻ ഫേസ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ സപ്പോസ് വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈമിന് ബേസായിട്ട് ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് ആ ഫീൽഡ് മാറുന്നത് എങ്ങനെയാണോ അതേ ഫേസിൽ തന്നെയായിരിക്കും കറണ്ടിനും ചേഞ്ച് വരിക. സോ വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം, the current changes in the same phase as that in which the electric field is changing as well. Whereas in case of displacement current, the displacement current leads the electric field by a phase of pi by 2 radians. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അതായത് കപ്പാസിറ്റീവ് സർക്യൂട്ട്സിൽ there is a lead by pi by 2 in case of current in compared to that of voltage. അതായത് കപ്പാസിറ്റീവ് സർക്യൂട്ട്സിൽ കറണ്ടിന് ഒരു പൈ ബൈ ടുവിൻ്റെ ലീഡ് ഉണ്ട് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വോൾട്ടേജ്. അത് ഇതെല്ലാം കൂടി കാരണം കൊണ്ടാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിലാണ് ഗുഡ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് സ്ട്രെങ്ത് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് വാക്യൂം, അല്ലെങ്കിൽ വാക്യൂമിലാണ് മേജർലി ഇതിൻ്റെ മോസ്റ്റ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആൻഡ് കണ്ടക്ഷൻ കറണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം, 4 ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ ഫീൽഡ് വേരി ചെയ്യുന്നത്, ഒരു ഫീൽഡ് വേരി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് അതിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഫീൽഡ് വേരി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ, അതെല്ലാം നമ്മൾ കണ്ടു. നൗ അങ്ങനെ വേരി ചെയ്യുന്ന ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡുകൾ കാരണം ജനറേറ്റ് ആവുന്ന ഒരു പെർട്ടിക്കുലർ റിസൾട്ടാണ് എന്ത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ കപ്പിൾഡ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതായത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡുകളും ഒരുമിച്ച് സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്താൽ ഇഫ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ വി ഗെറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. വെൻ സോ വാട്ട് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ദേ ആർ ബേസിക്കലി ടൈം വേരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് coupled and propagating in space as electromagnetic waves. Alright, their properties include they travel with the velocity of light and they are transverse in nature. This is just simple theory. Next is an important derivation that we have to keep in our mind, that is what is the velocity of electromagnetic wave in free space. Just parayanandan, okay, that is, we'll go for the derivation. വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ്. നമുക്കറിയാം ഫ്രീ സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു, അതായത് ഡി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, എപ്സിലോൺ നോട്ട് ഇ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂ നോട്ട് ഇൻറ്റു എച്ച് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം വേണമെന്നുണ്ടെങ്കിൽ ഡെൽ ക്രോസ് ഇനെ മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്ത് എഴുതാം, ഡെൽ ക്രോസ് എച്ചിനെ നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി. ഒന്നുമില്ല, നമ്മുടെ 3rd and 4th ഇക്വേഷനിൽ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ റീപ്ലേസ്മെൻറ്റ്സ് വരുത്തിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആഫ്റ്റർ ഡൂയിങ് ദിസ് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് മാക്സ്വെൽസ് 3rd ഇക്വേഷൻ. സോ നമ്മളിപ്പോൾ എന്താണ് ആക്ച്വലി ചെയ്യാൻ ശ്രമിക്കുന്നത്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ടേക്കിംഗ് കേൾ ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് മാക്സ്വെൽസ് 3rd ഇക്വേഷൻ. സോ നമ്മൾ 3rd ഇക്വേഷൻ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിൽ നമ്മൾ കേൾ എടുത്തു. സോ വി ഹാവ് ഡെൽ ക്രോസ് ഇ, ഇതായിരുന്നു ഡെൽ ക്രോസ് ഇ, അതിൻ്റെ ക്രോസ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒബ്വിയസ്ലി മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി വന്നു അല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഓക്കെ ഇറ്റ് ഇസ് എ വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, എ ക്രോസ് ബി ക്രോസ് സി, അതായത് വി ടി പി. വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, നടുക്കിലെ ആൾ ഡോട്ടഡ് വിത്ത് ദൂരെയുള്ള ആൾക്കാർ,
നടുക്കിലെ ആൾ ഡോട്ടഡ് വിത്ത് ദൂരെയുള്ള ആൾക്കാർ മൈനസ് അടുത്തുള്ള ആൾക്കാരുടെ ഡോട്ട് മൾട്ടിപ്ലൈഡ് വിത്ത് ദൂരെയുള്ള ആൾ. സോ എ ക്രോസ് ബി ക്രോസ് സി എന്ന് പറയുന്നത് ബി ഡോട്ട് എ ഡോട്ട് സി മൈനസ് എ ഡോട്ട് ബി ഡോട്ട് സി ആണ്. ദാറ്റ് ഇസ് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. സോ ഡെൽ ക്രോസ് സിനെ ഞാൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ ഇൻറ്റു ഇ. കറക്റ്റ് ആണല്ലോ. സോ ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഡോട്ട് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡെൽ ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി. ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി. ക്ലിയർ? ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി. So this particular thing is going to be 0, right? Because according to Maxwell's equation, del dot h is equal to 0, which implies del dot what was h? Epsilon naught e is equal to 0, which gives del dot e is obviously equal to 0, right? So that is also correct. That is del dot e is going to be 0. So this entire term becomes 0. So we have del square dot e is equal to mu naught into del cross dou h by dou t. ഒന്നുമില്ല, നമ്മൾ ഈ മൈനസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ വി ഗെറ്റ് del square dot e is equal to mu naught into del cross dou h by dou t. Since del cross h is equal to epsilon naught dou e by dou t, del cross h is equal to epsilon naught dou e by dou t. ഇതാ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. del cross h എന്താണ്? epsilon naught dou e by dou t ആണ്. ഓക്കെ. ആൻഡ് ഡെൽ അതുകൊണ്ട് അതായത് ഡെൽ ക്രോസ് എച്ച് എപ്സിലോൺ നോട്ട് ഡോ ഇ ബൈ ഡോ ടി ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഡെൽ ക്രോസ് ഡോ എച്ച് ബൈ ഡോ ടി എന്തായിരിക്കും? ഈ സംഭവത്തിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ? ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സോ വി ഹാവ് എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡെൽ സ്ക്വയർ ഇ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതി. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യണമെന്ന് കുറച്ച് പേർക്കെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടോ? അതായത് നമുക്കറിയാം, അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ് എന്തായിരുന്നു? സൈസ് ഡെൽ സ്ക്വയർ സൈ ഇൻറ്റു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലേ? അതായത് ഇതായിരുന്നു നമ്മുടെ അതായത് നമ്മുടെ വേവ്സ് ചാപ്റ്ററിൽ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ് ഇസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫോർമാറ്റ്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷനെ ഈ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിലാക്കിയിട്ട് നമുക്ക് ആ വെലോസിറ്റിയുടെ ടേമിനെ കമ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോ എച്ച് ബൈ ഡോ ടീനെ നമ്മൾ മാറ്റിയിട്ട് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫോമിലേക്കൊക്കെ നമുക്ക് ആക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെൽ ക്രോസ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ആണ്. സോ ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതോടൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം എന്ന് നമുക്കറിയാം. So we get del square E is equal to mu naught epsilon naught into del square E by del t square. So that is the first equation. ഇനി നമ്മൾ ഫോർത്ത് ഇക്വേഷൻ എടുത്തിട്ട് അതിൽ ഇതേ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അതായത് കേൾ എടുത്തു, അത് കഴിഞ്ഞിട്ട് ക്രോസ് നോക്കി. സോ വി ഹാവ് സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഡെൽ ഡോട്ട് എച്ച് ഇസ് ഇക്വൽ ടു 0 അല്ലേ? മാക്സ്വൽ സെക്കൻഡ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് എച്ച് ഇസ് ഇക്വൽ ടു 0 എന്നാണ്. സോ ദാറ്റ് ഈസ് del dot h term 0 ആയി. So we get del square dot h is equal to minus, one second, there is a minus here, okay? No, ഇവിടെ minus ഇല്ല. Okay, fine, yeah, it's correct, it's correct. So del square h is equal to minus epsilon naught into del cross dou e by dou t. Del square h is equal to minus epsilon naught into del cross dou e by dou t. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം del cross e എന്തായിരുന്നു ഫ്രീ സ്പേസിൽ നമ്മുടെ മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി ആണ് അല്ലേ? മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡോ എച്ച് ബൈ ഡോ ടി ആണ്. അപ്പോൾ ആസ് പെർ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? ഈ ഒരു സംഭവത്തിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡെൽ ക്രോസ് ഡോ ഇ ബൈ ഡോ ടി നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? സോ ദാറ്റ് ഈസ് ചേഞ്ച്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് നമ്മൾ മൈനസ് മ്യൂ നോട്ട് ഇൻറ്റു ഡെൽ സ്ക്വയർ എച്ച് ബൈ ഡെൽ ടി സ്ക്വയർ എന്ന് എഴുതി. സോ വാട്ട് ഡു വി ഹാവ് ഇൻ ഫൈനൽ? നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തത്. സോ ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ ദിസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ഇൻറ്റു ഡെൽ സ്ക്വയർ എച്ച് ബൈ ഡെൽ ടി സ്ക്വയർ എന്ന് കിട്ടി. സോ ഇതും നമ്മുടെ ജനറൽ ഇക്വേഷൻ ഓഫ് വേവിൻ്റെ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? വി നോ ദ ജനറൽ ഇക്വേഷൻ ഓഫ് വേവ് ഇസ് ഈക്വൽ ടു ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/v² into del square psi by del t square, right? Sorry, del square dou square psi by dou t square. Del square psi is equal to 1/v² into dou square psi by dou t square. ഇതാണ് എന്ത്? ജനറൽ ഇക്വേഷൻ ഓഫ് വേവ്. ജനറൽ ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് അല്ലേ? ജനറൽ ഇക്വേഷൻ ഓഫ് എ വേവ് മോഷൻ ആണിത്. സോ അത് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനോട് എന്താണ്? ഇതിനോട്
similar ആണ്. So that we can compare the coefficients and we can get an idea about what the velocity of this particular wave is going to be. ഈ v എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് വേവ് ആണ് അല്ലേ? വെലോസിറ്റി ഓഫ് വേവ് ആണ്. സോ കമ്പയറിംഗ് 1 and 2, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനും ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനും എന്താണ് ക്വൈറ്റ് സിമിലർ ആണ്. സോ ഈ രണ്ട് ഇക്വേഷനിൻ്റെയും എന്താ പറയുക സെക്കൻഡ് ഡിഗ്രി ഡെറിവേറ്റീവിൻ്റെ കോഫിഷ്യൻ്റ് ആയിരിക്കും നമ്മുടെ 1/v² എന്ന് പറയുന്നത്, റൈറ്റ്? സോ വി ഹാവ് v is equal to 1/√μ0 അവരുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ ഫ്രീ സ്പേസ് ഇസ് ഈക്വൽ ടു 3 × 10⁸. ഇത് എത്രയാണ്? ഇത് ഇസ് ബേസിക്കലി സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലേ? അതായത് an electromagnetic wave travels with the velocity of light in free space. ഫ്രീ സ്പേസിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു ദാറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും കേൾ എടുത്തിട്ട് നമ്മളെ ജസ്റ്റ് സോൾവ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ലാസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക 3 മാർക്കിൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. യു ജസ്റ്റ് ഹാവ് ടു ലേൺ ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മച്ച് കോംപ്ലിക്കേറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ per unit time of electromagnetic wave traveling in free space can be expressed by a vector called as pointing vector. ഈ എസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? എസ്സിനെയാണ് നമ്മൾ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എസ്സിനെയാണ് നമ്മൾ പോയിൻറ്റിംഗ് വെക്ടർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ യൂണിറ്റ് ടൈമിൽ എത്രത്തോളം എനർജി പാസ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഇപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിനൊരു എനർജി ഉണ്ടാവും അല്ലേ? അപ്പോൾ യൂണിറ്റ് ഏരിയയിൽ കൂടെ യൂണിറ്റ് ടൈമിൽ അത് പാസ് ചെയ്യുമ്പോൾ എത്രത്തോളം എനർജി നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ പാസ് ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പോയിൻറ്റിംഗ് വെക്ടർ യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് പോയിൻറ്റിംഗ് വെക്ടർ ഇസ് ഈക്വൽ ടു E ക്രോസ് H. E ക്രോസ് H അതായത് മാഗ്നറ്റിക് ഫീൽഡിനെ ഇലക്ട്രിക് ഫീൽഡിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുക. സോ ഈ രണ്ടെണ്ണം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഒബ്വിയസ്ലി മനസ്സിലായി, എന്ത്? പോയിൻറ്റിംഗ് വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു അതവിടെ എഴുതിയിട്ടുണ്ട്. പോയിൻറ്റിംഗ് വെക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് ഇറ്റ് ഇസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. നമുക്കറിയാം അല്ലേ, അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രൊപ്പഗേഷൻ ആണ്. ആൻഡ് ആ വേവ് ഒരു ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിനോടും മാഗ്നറ്റിക് ഫീൽഡിനോടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ EM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യുക. അതായത് എക്സും വൈയും ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ Z ഡയറക്ഷനിലായിരിക്കും. സോ ഏത് ഡയറക്ഷനിലാണോ അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമ്മുടെ എനർജി ഫ്ലോ. അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണല്ലേ. അതായത് ഏത് ഡയറക്ഷനിലാണോ വേവ് പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കില്ല എനർജിയുടെ ഫ്ലോയും. അത് തന്നെയാണ് ഇവിടെ ബേസിക്കലി പറയുന്നത്. ഇറ്റ് ഇസ് എ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്ലോ ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദിസ് ചാപ്റ്റർ. നമുക്ക് ആദ്യം നമ്മൾ കേൾ എന്താണ്, ഡൈവേർജൻസ് എന്താണെന്നൊക്കെ പഠിച്ചു. അത് യൂസ് ചെയ്തിട്ട് രണ്ട് തിയറംസ്, അതായത് സ്റ്റോക്സ് ഡൈവേർജൻസ് തിയറം അതുപോലെ തന്നെ ഗോസ് ഡൈവേർജൻസ് തിയറം അതുപോലെ തന്നെ സ്റ്റോക്സ് തിയറം പഠിച്ചു. അതിൻ്റെ എല്ലാ ഡെറിവേഷൻസിലും നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകഴിഞ്ഞിട്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പഠിച്ചു, അതായത് എങ്ങനെയൊക്കെയാണ് അത് റിലേറ്റ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ 4 മാക്സ്വെൽസ് ഇക്വേഷൻസ്, അതിൻ്റെ പ്രൂഫുകൾ, ആ 4 മാക്സ്വെൽസ് ഇക്വേഷൻ എന്തിനൊക്കെയാണ് ഡിപ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. And we discussed about electromagnetic wave and some of its properties, and also we talked about the derivation of the velocity of an electromagnetic wave in free space. So ഇത്രയേ ഉള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനകത്ത്. സോ ഡെറിവേഷൻസ് ഒക്കെ നന്നായിട്ടൊന്ന് എഴുതി നോക്കുക, ജസ്റ്റ് നോട്ട്സ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി യു വിൽ ബി ഏബിൾ ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആസ് കമ്മിങ് ടു ദ എക്സാം.